കാണികൾ നമ്മൾ എന്തറിയുന്നു, കണ്ണീർ മിഴികളെ മറയ്ക്കുന്നു. അലകടൽ നടുവിലും അഖില മനസ്സിലും അണുവിലും പള്ളിയുറങ്ങുന്നു. ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം വരിച്ചു. ഇരവും പകലും കരയും കടലും ഇടചേർന്ന ജീവിത കളിയരങ്ങിൽ ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം വരിച്ചു. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. നമസ്കാരം. ചിന്താലയ ഗുരു വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ ഭഗവാന്റെ മാന്യ ഭക്തജനങ്ങൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കഴിഞ്ഞ കുറേ എപ്പിസോഡുകളിലായിട്ട് ഭഗവാനുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഭഗവാന്റെ മായാവിലാസങ്ങൾ നമ്മൾ മറ്റ് ഭക്തന്മാർക്ക് കൂടെ ലഭ്യമാകുന്ന രീതിയിലാണ് ഗുരു വിഷ്വൽ മീഡിയ നടത്തിപ്പോകുന്നത്. ഇന്ന് നമുക്ക് അതിഥിയായി വന്നിരിക്കുന്നത് ഭഗവാനുമായിട്ട് കഴിഞ്ഞ 24 വർഷങ്ങളായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്ന കൃഷ്ണകുമാർ വൈദ്യനാണ്. അദ്ദേഹത്തിനെ ആശ്രമബന്ധുക്കൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഭഗവാൻ തന്നെ പല ബുദ്ധിമുട്ടുകളായി, ശാരീരിക ബുദ്ധിമുട്ടായിട്ട് വരണവരെ വൈദ്യൻ്റെ അടുത്തേക്ക് ഭഗവാൻ തന്നെ പറഞ്ഞു വിടാം. ഇപ്പോൾ കൈമനത്തിനടുത്താണ് അദ്ദേഹത്തിൻ്റെ സ്ഥാപനം. കേശവ രാഘവ വൈദ്യർ മെമ്മോറിയൽ വൈദ്യശാല എന്നാണ് സ്ഥാപനത്തിൻ്റെ പേര്. ഇപ്പോൾ കേശവ വൈദ്യർ എന്ന് പറയുന്ന അദ്ദേഹം വളരെ മഹാജ്ഞാനിയായിട്ടുള്ള ഒരു യോഗി വര്യനായിരുന്നു. അദ്ദേഹം സമാധി സ്ഥലം അവിടെയാണ്. ആ മഹാസമാധിയിൽ ഭഗവാൻ ചിന്താലേശൻ പോയിട്ടുണ്ട്. അപ്പോൾ അത്ര പാരമ്പര്യമായിട്ട്, അതായത് 2 തലമുറയ്ക്ക് മുമ്പേ ബന്ധമുള്ള ആളാണ്. ഭഗവാനുമായിട്ട് 24 വർഷത്തെ ബന്ധമേ ഇദ്ദേഹത്തിന് ഉള്ളൂ എങ്കിലും ആത്മബന്ധം വളരെ വലുതാണ്. 3 തലമുറകളായിട്ടുള്ള ബന്ധം അദ്ദേഹത്തിന് ഭഗവാനുമായിട്ടുണ്ടെന്ന് തന്നെ പറയാം. ആ ആളാണ് നമുക്കിന്ന് അതിഥിയായി വന്നിരിക്കുന്നത്. അദ്ദേഹത്തെ ചിന്താലയ ഗുരു വിഷൻ ചാനലിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. നമസ്കാരം. അപ്പം ഭഗവാന്റെ കാര്യങ്ങളെക്കുറിച്ച്, കാരണം കാര്യങ്ങളെക്കുറിച്ച് ഒരുപാട് പറയാൻ കാണും. കാരണം ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടവർക്കെല്ലാം അപ്പോൾ കുറച്ച് മനസ്സിൽ തട്ടിയ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് ഷെയർ ചെയ്യാം. ഓം ചിന്താലയേശായ നമഃ. ഓം ചിന്താലയേശായ നമഃ. ഓം പരമഗുരുവേ നമഃ. ഭഗവാനെ സാറേ, ഞാൻ 24 വർഷമായി ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ വന്ന് കണ്ട് തമ്പുരാന അന്ന് തൊട്ട് ഈ കഴിഞ്ഞ ആഴ്ച വരെയും മുടങ്ങാതെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിനിടയിൽ എന്തെങ്കിലും അത്യാവശ്യം വൈകായി എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ മാത്രം, അതും എൻ്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ആ സമയത്ത് അവിടെ പോകും. ഒരാഴ്ചയിലൊരിക്കൽ പോയിരിക്കും. 39 കൊല്ലത്തിന് മുമ്പേ ഞാൻ ഭഗവാനെ കാണാനായിട്ട് പോത്തൻകോട് പോയി. എനിക്ക് തമ്പുരാനെ കാണാൻ പറ്റിയില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 24 കൊല്ലത്തിന് മുന്നേയായിട്ട് ഒരു ദിവസം രാത്രിയാണ് ഭഗവാനെ കള്ളിക്കാട് പോയി കാണുന്നത്. അത് ഞാൻ എൻ്റെ അന്ന് എൻ്റെ കയ്യിലിരുന്നത് ചേതക്ക് സ്കൂട്ടറാണ്. അതുകൊണ്ട് തമ്പാനൂർ പൂട്ടി വെച്ചിട്ട്
കാട്ടാക്കട ബസ്സിൽ കയറി, എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ കാട്ടാക്കട ബസ്സിൽ കയറി കാട്ടാക്കട ചെന്നിറങ്ങിയപ്പോൾ 6 മണി കഴിഞ്ഞു പോയി. അപ്പോൾ എൻ്റെ വൈദ്യശാല അന്ന് ചാലയിലാണ്. അവിടെ വരണ ഡാമിലുള്ള ഒരാളിന് അതെല്ലാം എനിക്ക് പിന്നീട് മനസ്സിലായ ഭഗവാനാണ് അത് നിമിത്തം. അദ്ദേഹം ചോദിച്ചു, എൻ്റെ അടുത്ത് ചോദിച്ചു വൈദ്യർ എവിടെ പോകണം. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ അടുത്ത് പോകണം, പക്ഷേ ഞാൻ ആദ്യമായിട്ട് വരണതാണ്, ഇനി ഞാൻ പോകണോ തിരിച്ചു പോകണോ എന്ന് ഞാൻ അങ്ങനെ നിൽക്കുകയാണെന്ന്. അപ്പോഴും ഇദ്ദേഹം പറഞ്ഞ് ഇതാ ഡാം ബസ് പറഞ്ഞ് വൈദ്യർ കയറി കള്ളിക്കാട് ഇറങ്ങിയിട്ട് ഒന്നേരം ഓട്ടോയിൽ പോകണം അല്ലെങ്കിൽ നടന്ന് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് അതിന് മുമ്പേ ഞാൻ എന്ത് ചെയ്ത്, അപ്പം പോകാൻ പറ്റൂല എന്ന് പ്രയാസം വന്ന് ഞാൻ 10 രൂപ കൊടുത്ത് കപ്പലിൻ്റെ വാങ്ങിച്ച് ഇങ്ങനെ തിന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഇദ്ദേഹത്തിനെ കാണുന്നത്. ഇത് ഞാൻ പുള്ളിരയിൽ തന്നെ കൊടുത്തിട്ട് പുള്ളി ഞാനെന്ത് കൂടെ തന്നെ ആ ബസ്സിൽ കയറി കള്ളിക്കാട് എത്തിയപ്പോൾ പുള്ളി പറഞ്ഞു ഇവിടെയാണെന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങി. അങ്ങനെ ഞാൻ അവിടെ വന്നപ്പോൾ ദീപാരണ കഴിഞ്ഞ് ഭഗവാൻ എല്ലാവർക്കും അന്ന് തമ്പുരാനെ കണ്ട നല്ല പവർ പ്രസാദം എന്തോ ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കണം. ആളിങ്ങനെ വളഞ്ഞ് നിൽക്കുകയാണ്. കണ്ട ഉടനെ അപ്പോൾ ഒരാൾ എനിക്കൊരു ഇല തന്ന് പ്രസാദം അത് വേറൊരാൾ അവിടെ വിളമ്പിക്കൊണ്ടിരിക്കുന്നത്, ഭഗവാൻ തന്നതല്ല. എന്നെ അവിടെ വെച്ച് കണ്ട് പരിചയപ്പെട്ട ഒരാൾ ഇല തന്ന് ഞാൻ അവിടുത്തെ പ്രസാദം പായസം കഴിച്ച് കൈ കഴുകി. അപ്പോഴേ അദ്ദേഹം പറഞ്ഞു ഭഗവാൻ അവിടെ നിൽക്കുകയാണെന്ന്. വന്ന് നോക്കിയപ്പോൾ ഭഗവാൻ ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ വെളിയിൽ ആൾ കൂടി നിൽക്കുകയാണ്. ഭഗവാൻ എന്തൊക്കെ എടുത്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ചെന്ന് തൊഴുതപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചാൽ എവിടെ നിന്ന് വരണമെന്ന് ഞാൻ പറഞ്ഞു ചാലയിലാണെന്ന് പറഞ്ഞ്. അപ്പം ചാലയിലെവിടെ? ചാലയിൽ എനിക്കൊരു പൂക്കടയ്ക്കകത്തൊരു വൈദ്യശാലയുണ്ട്. അത് വൈദ്യശാലയുടെ കാര്യം ഞാൻ അപ്പോഴും ചോദിക്കുന്നില്ല, പറയണില്ല. ചാലയിൽ നിന്ന് പറഞ്ഞ്. ആര് പറഞ്ഞു വന്ന്? ഇല്ല, ഞാൻ അറിഞ്ഞു വന്നതാണെന്ന് പറഞ്ഞ്. അപ്പോൾ സത്യം പറഞ്ഞാൽ അവിടുത്തെ കാര്യങ്ങളും ഒന്നും അറിഞ്ഞൂടാ. ഭഗവാൻ ആദ്യമായിട്ട് കാണണേണ്. അപ്പം രാമകൃഷ്ണന് പിള്ളേ ഇഞ്ഞ് വരെ നിങ്ങളൊരു കൂട്ടുകാരൻ വന്ന് നിൽക്കണമെന്ന് പറഞ്ഞ് വിളിക്കുന്നു തമ്പുരാൻ. അപ്പം ഞാൻ ശരിക്കും വിചാരിച്ചു തമ്പുരാൻ വിളിക്കുന്നത് എൻ്റെ പരിചയമുള്ള ആരോ ആയിരിക്കുമെന്ന്. അദ്ദേഹം വന്നിട്ട് പറഞ്ഞ് എന്നെ ദൂരോട്ട് വിളിച്ചിട്ട് പറഞ്ഞ് നിങ്ങൾ കണ്ടല്ല, ഇനിയിപ്പം നിൽക്കരുത്, പോകണം എന്ന് പറഞ്ഞ്. അപ്പോൾ സാറ് ഞാൻ ശനിയാഴ്ച വൈദ്യശാല പൂട്ടിയിട്ടാണ് ഞാൻ ഈ പോണത്. പിന്നെ കറക്റ്റാണ് ആ വൈദ്യശാല തുറക്കണത് 1 കൊല്ലം കഴിഞ്ഞാണ്. പിറ്റന്ന് ഞാൻ പോയി. അപ്പോൾ അതിന് ശേഷം കറക്റ്റാണ് തമ്പുരാൻ എൻ്റെ അടുത്ത് 1 കൊല്ലം കഴിഞ്ഞേ സംസാരിച്ചിട്ടുള്ളൂ. മുഖത്തും നോക്കില്ല, സംസാരിക്കുകയില്ല. അപ്പോൾ എനിക്ക് അതിനിടയിൽ പൈസ തരും, മുണ്ട് തരും. പിന്നെ ആളുകൾ വന്നിരിക്കുന്ന അന്ന് ഭയങ്കര തിരക്കാണ്. വന്നിരിക്കുന്നവരടുത്ത് ഭക്ഷണം കഴിക്കാൻ പറയും, ഭക്ഷണം കഴിച്ചിട്ട് പോകാൻ പറയും. ആ കൂട്ടത്തിൽ ഞാനും പോവും. പക്ഷേ ഞാൻ സമയം അവിടെ ചെന്നിട്ട് വൈകുന്നേരം ഭക്ഷണം കഴിച്ചിട്ട് വൈകുന്നേരം ദീപാരണയും തൊഴുത് അപ്പോഴും ഭഗവാന്റെ നിന്ന് പ്രസാദവും വാങ്ങിച്ചിട്ട് അതൊക്കെ എനിക്ക് തരും, പൈസയൊക്കെ തരും. പക്ഷേ എന്നെ സംസാരിക്കില്ല. അപ്പോൾ അത് എന്താണെന്ന് അറിഞ്ഞൂടാ. അങ്ങനെ കറക്റ്റ് 1 കൊല്ലം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ച് എന്തൊരു ജോലി എന്ന് ചോദിച്ചാൽ അതിനു മുമ്പേയൊക്കെ തമ്പുരാൻ അറിയാമായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു വൈദ്യശാലയാണ്. അപ്പം ഇതിനിടയിൽ വീട്ടിൽ വരണവരെയൊക്കെ ഞാൻ നോക്കിയിട്ട് വെപ്രാളെ പിടിച്ച് അവിടെ പോവും. അവിടെ പോയി അപ്പോൾ ഉച്ചയ്ക്ക് പറ്റിയില്ലേ വൈകുന്നേരം പറ്റിയില്ലേ അങ്ങനെ എത്തും. അപ്പം തീർച്ചയായിട്ടും ഭഗവാനെ അപ്പോഴും മിക്ക ദിവസങ്ങളിലും കാണും. അപ്പോൾ 1 കൊല്ലം കഴിഞ്ഞ് എന്ത് ജോലി എന്ന് വെച്ച് ഞാൻ പറഞ്ഞു വൈദ്യശാലയാണ്. അപ്പോൾ പിന്നെ ഇവിടെ വന്നിരുന്നാലാ എന്നൊക്കെ ചോദിച്ച് അത് കഴിഞ്ഞ് ഞാൻ ചാലയിൽ വൈദ്യശാല തുറന്നു. അപ്പോൾ അങ്ങനെ എനിക്ക് അത് അടയ്ക്കാനുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ അപ്പോഴുണ്ടായിരുന്നായി. അവിടെ ഭയങ്കര ഗുണ്ടായുസങ്ങളും അല്ലാതെ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരുന്ന് പിന്നെ ഇതിനിടയിൽ കട മാറണമെന്നും കൂടെ അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ഒരു വലിയ ആളാണ്, അദ്ദേഹത്തിൻ്റെ അടുത്ത് നമ്മൾ ഒന്നുമല്ല. അപ്പോൾ അതിനും ഞാൻ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായി. എൻ്റെ പേരിൽ കേസ് കൊടുത്തു. അപ്പോൾ എനിക്ക് വേണ്ടി തമ്പുരാൻ്റെ അനുഗ്രഹം ഉണ്ടായി ഒരാൾ വന്ന് അവിടെ പറയാൻ ഒരാൾ വന്ന് പിന്നെ എനിക്ക് 3 മാസം നീട്ടിക്കിട്ടി. അങ്ങനെ ഇരിക്കുമ്പോഴേ ഭഗവാന്റെ അടുത്ത് ചോദിച്ച് ആ കട ഒരു ദിവസം ചോദിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ അതുവഴി വന്ന് ചാലയിൽ എവിടെയാണത്, നിങ്ങളെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ കാര്യം ഒക്കെ പറഞ്ഞ് ഭഗവാൻ അപ്പോഴും അവിടെ വന്നിട്ട് പോയി കാണും, നമുക്കറിഞ്ഞോളല്ലേ. അപ്പോൾ അങ്ങനെ ഇരുന്ന് പിന്നെ ഒരു ദിവസം ചോദിച്ചു അത് വാടകയ്ക്കാൻ സ്വന്തമാണോ? ഞാൻ പറഞ്ഞു ഭഗവാനെ. അപ്പം കേസിൻ്റെ ഭയങ്കര കടുമുടിയിൽ നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞു ഭഗവാനെ അവർ പെട്ടെന്ന് മാറാൻ പറഞ്ഞ് ഞാൻ നോക്കിയിട്ട് കടകളൊന്നും കിട്ടുന്നില്ല, 15-20 ലക്ഷം രൂപ ചോദിക്കുന്നു.
അപ്പോൾ അങ്ങനെ എനിക്ക് ഭഗവാന്റെ അടുത്ത് ചോദിക്കാനും ഒരു പേടിയാണ്. നമുക്കതങ്ങ് മാറിക്കൊടുക്കണമല്ലേ നല്ലത്. ഇത് പറയണത് സാർ ഒരു ശനിയാഴ്ച ദിവസമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഭഗവാൻ മാറിക്കൊടുക്കാൻ പറഞ്ഞാൽ നാളെ മാറിക്കൊടുക്കാമെന്ന് പറഞ്ഞ്. അപ്പോൾ പറഞ്ഞ് അതാണ് നല്ലത്, നിങ്ങൾക്ക് വീട്ടിൽ നടത്താമല്ല. അപ്പോഴേ എൻ്റെ അച്ഛനൊക്കെ കിടത്തി ചികിത്സ ചെയ്തുകൊണ്ടിരുന്ന സ്ഥാപനമാണ്. ഇന്ന് ഞാൻ അത് പൊളിച്ച് പണിഞ്ഞ് വെച്ച് ഭഗവാന്റെ അനുഗ്രഹം അങ്ങനെ ഞാൻ അങ്ങോട്ട് മാറ്റാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു ഭഗവാൻ പറഞ്ഞാൽ അത് മാറാൻ ഭഗവാനെന്ന് പറഞ്ഞ് അങ്ങോട്ട് മാറ്റി, അതാണ് നല്ലതെന്ന് പറഞ്ഞ്. ഞാൻ തിങ്കളാഴ്ച ഇരുന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞ് സാറേ ഞാൻ കട ഒഴിയാണ്, എനിക്ക് അഡ്വാൻസ് തിരിച്ചു തരണം, വ്യാഴാഴ്ച ഇരുന്ന് ഞാൻ താക്കോൽ തരും എന്ന് പറഞ്ഞ് ഞാൻ വ്യാഴാഴ്ച താക്കോൽ കൊടുത്ത് പുള്ളി എനിക്ക് പൈസ തരാൻ ഇത്തിരി ഇതായി. പിന്നെ അത് ഒടുവിൽ ചെക്ക് എഴുതി തന്ന് പൈസ കിട്ടി. അത് ഇതെല്ലാം ഞാൻ ഭഗവാന്റെ അനുഗ്രഹമല്ലാതെ ഈ സമയം വരെ ഞാൻ സാറ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞാൻ തമ്പുരാനെ കണ്ടിട്ടില്ലെങ്കിലും അതിന് മുമ്പേ എന്തോ ഞാനും ഭഗവാനുമായിട്ടൊരു ബന്ധം കാണുമെന്ന് തോന്നുന്നു. അതായത് അതിനൊരു ഉദാഹരണം, ഞാൻ സ്ഥിരമായിട്ട് തമ്പുരാനെ കാണും മുമ്പേ സ്ഥിരമായിട്ട് പൂന്തറ പോകുമായിരുന്നു. തക്കല സ്വാമിയാണ്. അദ്ദേഹം ആരെടുത്തും സംസാരിക്കില്ല, നമ്മളെ തമ്പുരാനെ പോലെ അല്ല. അദ്ദേഹം എന്നാൽ സംസാരിക്കുന്നവർ വളരെ ചുരുക്കം പേരുണ്ട്, അവരുടെ അടുത്ത് സംസാരിക്കും. അദ്ദേഹം തീപ്പെട്ടി അടിച്ചിങ്ങനെ കാണിക്കും, ഈ ദീപാരണ കൊളുത്തി ചിലരെ കാണിക്കും പോലെ. അത് നമ്മൾ തൊഴും, അത് നമ്മൾ ചിലരെ കാണുന്ന വേണം. അപ്പം ഞാൻ എത്രയോ വർഷം കൊണ്ട് അവിടെ പൊയ്ക്കൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. തമ്പുരാൻ അന്ന് പോത്തൻകൂടെ പോയപ്പോഴും അവിടെ പൊയ്ക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ എന്നെ ഞാൻ അവിടെ ചെന്ന് ഇതുപോലെ ഇരുന്ന് തൊഴുതുകൊണ്ടിരുന്നപ്പോൾ എന്നെ 2 പ്രാവശ്യം അദ്ദേഹം അടി തന്നിട്ടുണ്ട്. ഒന്ന് ചെരുപ്പുമുണ്ട്, ഒന്ന് 4 ഇഞ്ച് കമ്പി, ഇത്ര നീളം വരും കമ്പിയുണ്ട്. അപ്പോൾ അടുത്തിരുന്നവർ കിടന്ന് വിളിച്ചപ്പോഴാണ് ഞാനിത് അറിയണത്. പക്ഷെ അടി നൊന്നില്ല. പിന്നെ എൻ്റെ അടുത്ത് പോയിട്ട് വാടാന്ന് പറയും. അപ്പോൾ 1 മണിക്കൂറെങ്കിലും ഞാൻ അവിടെ ഇരിക്കെ അവിടെ ചിലവഴിച്ചിട്ടേ വരുള്ളൂ. തമ്പുരാൻ്റെ അടുത്ത് വന്ന് അന്ന് തൊട്ട് പിന്നെ എനിക്ക് അവിടെ പോകാനും പറ്റിയിട്ടില്ല, ഞാൻ പിന്നെ പോയിട്ടുമില്ല. അങ്ങനെ ഒരു ദിവസം ഞാൻ കള്ളിക്കാട് പോയിട്ട് മലയങ്കീഴ് എത്തിയപ്പോഴേ ഞാൻ വീട്ടിൽ വിളിക്കാം, അന്ന് മൊബൈലില്ല, ലാൻഡ് ഫോണിൽ വിളിച്ചപ്പോഴേ ഭഗവാൻ അവിടെ പൂന്തറയുള്ള ഭഗവാൻ സമാധിയായെന്ന് പറഞ്ഞ്. അപ്പോൾ ഈ സമാധി ആവണേൻ്റെ തലേദിവസം ഒരു സംഭവം നടക്കുകയാണ്. ഈ സതീശൻ എന്ന് പറഞ്ഞ കച്ചേരിയിൽ തമ്പുരാൻ പിള്ളേ നിങ്ങളെ ബന്ധുവല്ലേ അവിടെ ഇരിക്കുന്നത്, അദ്ദേഹം ഇത്തിരി വൈകാരിക ഉണ്ടായിരുന്നു ആ സമയത്ത്, നിങ്ങൾ അവിടെ ഒന്ന് പോയി കണ്ടിട്ട് പോയി അതല്ലേ എന്ന്. അതും എൻ്റെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ ഇപ്പം വിചാരിക്കുന്നത് തമ്പുരാനാണ് അദ്ദേഹത്തിന് സമാധിയാക്കിയത്. തീർച്ചയായിട്ടും. കാര്യം അത്ര വൈകാരിക ഇരുന്നപ്പോൾ ഭഗവാനാണ് അത്. പക്ഷേ നമ്മളെ തമ്പുരാന് ഒരിത് വന്നപ്പോൾ ആരുമില്ലായിരുന്നു, ഭഗവാൻ മാത്രം അനുഭവിച്ച തീർത്ത്. അത് സാറിനെ പോലെ 1-2 പേർ അവിടെ കിടന്ന് വളരെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്, എനിക്കറിയാം. പിന്നെ എൻ്റെ അച്ഛനെയും എൻ്റെ അമ്മയെ നോക്കും പോലെ നമുക്ക് നോക്കാൻ പറ്റിയില്ല. രാത്രിയൊക്കെ അവിടെ വന്നിരിക്കാനൊക്കെ 1-2 ദിവസം അതിനുള്ള ഭാഗ്യവും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിനെക്കാട്ടി ഭാഗ്യം സാറിന് കിട്ടി, സമാധി ഇരുത്താനും അതിനൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതൊരു ചുരുക്ക കാര്യം. പിന്നെ കട മാറി വീട്ടിലോട്ട് വന്ന് ഭഗവാന്റെ അനുവാദത്തോടുകൂടി ഒരു വൈദ്യശാല വയ്ക്കാനുള്ള ഇതായി. വൈദ്യശാല വയ്ക്കും മുന്നേ, അത് പൊളിക്കും മുമ്പേ ഇരുന്ന സ്ഥാനത്ത് തന്നെ ഭഗവാൻ രണ്ട് നല്ലതുപോലെ സാറ് നേരത്തെ പറഞ്ഞ പോലെ അവിടെ വരണവരെല്ലാം നമ്മളെ കാണുമ്പോഴേ പറയും ഇത് കൈമനത്തുള്ള വൈദ്യരാണ്. എനിക്ക് അതിനുള്ള യോഗ്യതയൊന്നുമില്ല സാറേ, കൈമനത്തുള്ള വൈദ്യരാണെന്ന് ഭഗവാൻ ഇങ്ങനെ ഉറച്ച് എല്ലായിടത്തും പറയും. എന്നിട്ടിങ്ങനെ അന്നെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ്, 2 സൈഡിലും ആൾ നിറച്ചിരിക്കും. അപ്പോൾ അത് ഭഗവാൻ പറഞ്ഞു വിട്ടും പലരും വന്നിട്ടുണ്ട്. ഭഗവാൻ ചികിത്സയ്ക്ക് വിട്ട് ഭഗവാൻ കൈ നിറയെ പണം വാരി തന്ന് ആളിനെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കെ സാർ എൻ്റെ മൂത്ത മോന് ഞാൻ 2 പേരെയും കൊണ്ട് നീന്താം. എനിക്ക് 2 ആൺമക്കളാണ്. മൂത്തയാൾ 2 പേരും ആണുങ്ങൾ. മൂത്തയാളിനെ 2 പേരെയും നീന്താൻ കൊണ്ടുപോകും. അപ്പോൾ മൂത്തയാൾ 1000 മീറ്റർ നീന്തും ഡെയിലി, മറ്റേ ആൾ ഒരു 50-100 പോവുള്ളൂ. അങ്ങനെ ഒരു 2 കൊല്ലം 2-3 കൊല്ലം ആയപ്പോഴേ ഇവന് ഒരു ഛർദിൽ വന്ന്. അപ്പോൾ 7-ലോ 5-ലോ പഠിക്കുകയാണ് മൂത്തയാളിന്. ഞാൻ ഇനി കാണിക്കാൻ ഡോക്ടർമാരില്ല, അങ്ങനെ കൊണ്ടു നടന്ന്. ഞാൻ ഇതൊന്നും വലുതായിട്ട് ഭഗവാന്റെ അടുത്തൊന്നും പറയില്ല. പിന്നെ എൻ്റെ ഒരു അനുഭവം വെച്ച് നോക്കുമ്പോൾ
ഇതെല്ലാം ഭഗവാൻ അറിയാം. അറിയാം. അത് യാതൊരു സംശയവുമില്ല. അപ്പോൾ അങ്ങനെ ഇരുന്ന് ഞാൻ ഇത് 3 വർഷം കഴിഞ്ഞപ്പോഴും ഛർദിൽ നിൽക്കുന്നില്ല. പിന്നെ ഞാൻ നീന്തൽ അങ്ങ് സ്റ്റോപ്പ് ചെയ്ത്. നീന്തൽ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ കുഴപ്പമില്ല. കളിക്ക് സൈക്കിൾ വിട്ട വീണ്ടും ഛർദിലാണ്. ആരും അസുഖം കണ്ടുപിടിച്ചുമില്ല. അങ്ങനെ ഇരുന്ന് കൊല്ലത്ത് ഒരാൾ പറഞ്ഞ് അവിടെ പോയി പുള്ളി പറഞ്ഞ് ഇത് ഒന്നുകൂടെ ഒന്ന് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് വന്നപ്പോൾ ഞങ്ങളെ വീട്ടിൻ്റെ അടുത്ത് തന്നെ പിന്നെ മിനു കരിഹരൻ എന്ന് പറഞ്ഞ് കുഞ്ചാലുമൂടിൽ. അതെ, മീനു കരിഹരൻ, മറ്റേ ഹരിഹര സാറിൻ്റെ ഭാര്യ. ഹരിഹര സാറാണ് ഇത് മോനെ നോക്കിയത്. ഹരിഹര സാറിൻ്റെ ഭാര്യ മരിച്ചു. ഞാനും അതിന് പങ്കെടുത്ത്. അപ്പം സാറിനെ പോയി കാണാൻ പറഞ്ഞ്. മെഡിക്കൽ കോളേജിൽ HOD എന്തോ ആയിരുന്നു. അതെ അതെ ഡിപ്പാർട്ട്മെന്റ് ഹെഡ്. അതെ. അപ്പോൾ ആ മരണത്തിന് ഞാൻ പോയിരുന്നു. അതെ അതെ. അപ്പോൾ ഇദ്ദേഹത്തിനെ കണ്ടപ്പോഴേ അദ്ദേഹം വന്ന് പറഞ്ഞ് അവിടെ തന്നെ ചെറിയ സ്കാനിങ് ഉണ്ട്. പുള്ളി നോക്കിയിട്ട് പറഞ്ഞ് കിംസിലാണ് ഞാൻ ഇപ്പം വർക്ക് ചെയ്യണത്. പുള്ളി പെൻഷനായിട്ടായി. അതെ. അപ്പം നിങ്ങൾ അവിടെ വരണം, പക്ഷേ പൈസ ഒരുപാടാവും എന്ന് പറയുകയാണ്. സാറേ ഇത് പറയണതിൻ്റെ പിറ്റന്ന് തമ്പുരാൻ്റെ 3 ചികിത്സ പാർട്ടി. ചികിത്സ എന്ന് പറഞ്ഞാൽ ഈ വിദേശികൾ അത് സുഖചികിത്സയ്ക്ക് വരണതാണ്. 3 പേര്, ഒന്ന് ആസ്ട്രേലിയയിലുള്ളൊരു സായിപ്പും ഒരു ഭാര്യയും ഭർത്താവും, അത് അമേരിക്ക. ഇവർ 3 പേരും കൂടെ വരെയാണ് വന്നിട്ട് ദേവസ്വം ബോർഡ് ഓഫീസിൻ്റെ അവിടെ അവർ ഫ്ലാറ്റ് എടുത്തിട്ട് അത് അതിൻ്റെ ഒരാൾ തിരുവനന്തപുരത്തുള്ളൊരു പയ്യനാണ്. അദ്ദേഹം പറഞ്ഞ് കൃഷ്ണകുമാരേട്ടൻ വന്ന് ചെയ്യണം, അവരിഞ്ഞ് വരില്ല, ഇവിടെ വന്നാൽ അതിനുള്ള സൗകര്യം അവർക്ക് കൊടുക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു വരാമെന്ന് പറഞ്ഞ്. അങ്ങനെ ഇരിക്കുകയാണ് മോൻ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യണത്. അപ്പം ചെല്ലുമ്പോഴെല്ലാം ഭഗവാൻ എത്ര പേര് കിടക്കണ്, എത്ര പേര് വന്ന്, ഇപ്പം എന്തൊരു എണ്ണ അടുപ്പി കിടക്കണ് സാറേ, ഇന്ന് തലയ്ക്ക് എണ്ണയാണ് കിടന്നിട്ട് നാളെ അവിടെ ചെല്ലുമ്പോൾ ചോദിക്കും എണ്ണ എന്തൊരു പരിവായെന്ന് ചോദിക്കും. ഞാൻ ഭഗവാന്റെ അടുത്ത് പറഞ്ഞല്ല, തിരിച്ച് ചെല്ലുമ്പോൾ വേറെ എന്തെങ്കിലും മരുന്നാണ്, ആ മരുന്ന് എന്തരായി എന്ന് ചോദിക്കും. ഒരുപാട് ഐറ്റം മരുന്നുകളും തന്നിട്ടുണ്ട് സാറ്. ഒരുപാട് ഐറ്റം മരുന്ന് തന്നിട്ട് പറയും ഈ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ ഇത് കൂടെ ചേർത്ത് കുടിക്കും വൈദ്യൻ എന്ന് പറയും. അത് ഒരുപാട് ഐറ്റം ഇനി 2-3 തലമുറയ്ക്കുള്ളതായാലും അവിടെ ഉണ്ട്. ഞാൻ അത് വളരെ ലുപ്തിച്ചേ ചേർത്ത് കൊടുക്കുകയുള്ളൂ. പിന്നെ ആരെ ദേഹത്ത് തൊട്ടാലും എന്തിനു ചെയ്താലും ഒരാൾ ക്ഷർണ കൊടുത്താലും തമ്പുരാനെ നൊന്ത് പറഞ്ഞ് വിളിച്ചേ കൊടുക്കുന്നുള്ളൂ. ഇന്ന് വരെ ഭഗവാന്റെ ഒരു കുഴപ്പവും പറ്റിയില്ല. അപ്പോൾ ആശുപത്രി ചിലവെന്ന് പറഞ്ഞാൽ കിംസിലുള്ളത് സാറിന് പറയണ്ടല്ലേ. അപ്പോൾ അങ്ങനെ ഇരിക്കെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിട്ട് തലേദിവസം ഞാൻ ഭഗവാന്റെ അടുത്ത് വെച്ചു. ഭഗവാൻ ചോദിച്ച അപ്പം ഈ സ്കൂളിൽ പോകാത്തതുകൊണ്ട് ഞാൻ മൂന്നെയും കൂടെ കൊണ്ട് ആശ്രമത്തിൽ പോകും, മറ്റവൻ നേഴ്സറിയിലാണ്. അപ്പോഴും ചോദിക്കും ഇവന് സ്കൂളിൽ വിടാറുണ്ടെന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ ഇത് കാര്യം പറഞ്ഞാൽ സമയത്തിൻ്റെയൊക്കെ ഉണ്ട്, ആരെങ്കിലും കാണിക്കും എന്തിനാണെന്ന് നോക്കിയെന്ന് പറഞ്ഞ്. പക്ഷെ ഭഗവാന്റെ ശ്രദ്ധയിൽ തന്നെ തമ്പുരാൻ്റെ ഇതിൽ തന്നെ ആ ഡോക്ടർക്ക് ഇത് പിടികിട്ടി. പൊന്നപ്പൻ്റെ അനുഗ്രഹം ഉണ്ടായി. അദ്ദേഹം പറഞ്ഞ് കിംസിൽ അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞ് അവിടെ വെച്ച് സ്കാൻ ചെയ്തപ്പം നമ്മൾ ജനിക്കുമ്പം തന്നെ, അത് എനിക്കും അറിഞ്ഞുകൂടായിരുന്നു, അദ്ദേഹം പറഞ്ഞ് 2 കിഡ്നി ഉണ്ട്. ഈ ജനിക്കുമ്പോൾ രണ്ടും നമ്മൾ വളരണതിനനുസരിച്ച് പൊങ്ങി യഥാസ്ഥാനത്തിൽ എത്തണം. ഇത് ഒരെണ്ണം ജനിച്ചപ്പോൾ അത് വളർച്ച അനുസരിച്ച് പോവുകയും ചെയ്ത് മറ്റത് അവിടെ തന്നെ ഇരുന്നു പോയി. അപ്പോൾ ഈ ആ കളിക്ക് ചിരിക്ക് ശരീരം അനങ്ങുമ്പോഴോ സൈക്കിൾ ഓട്ടുമ്പോഴോ നീന്തുമ്പോഴോ ഇത് കയറി തട്ടുമ്പോഴാണ് ഛർദിൽ വരണത്. അങ്ങനെ ഞാൻ കാര്യം ഭഗവാന്റെ അടുത്ത് പറഞ്ഞു. ഭഗവാനെ ഇങ്ങനെ ഒരു കിഡ്നി മാറ്റണമെന്നാണ് പറയണത്, പിന്നെ നാളെയാണോ ഓപ്പറേഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ കുറേ നേരം അങ്ങനെ ഇരുന്നിട്ട് ഭഗവാൻ പറഞ്ഞ പോണില്ലേ, വൈദ്യം പോണില്ലേ എന്ന് ചോദിച്ച് ഇങ്ങനെ ചോദിക്കുള്ളൂ. പോയിട്ട് വരി എന്ന് പറഞ്ഞ് ഓപ്പറേഷൻ കഴിഞ്ഞ് ഒരു 3-4 മണിക്കൂറെടുത്ത് ഡോക്ടറെ കാണുന്നില്ല. അദ്ദേഹം വളരെ സന്തോഷവാനായിട്ടൊരു 4-4.5 മണിക്കൂർ കഴിഞ്ഞപ്പം ഓടിക്കൊണ്ടുവന്ന് പറയുകയാണ്, കിഡ്നി മാറ്റേന്ന് ചെയ്തില്ല കേട്ടാ, അതൊരു ഞരമ്പിൻ്റെ മാത്രം അതിനൊരു നീക്കം ചെയ്തു കൊടുത്ത്
എന്ന് പറഞ്ഞ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ തമ്പുരാൻ്റെ അടുത്ത് ചെന്ന് ഭഗവാൻ ചോദിച്ച് എന്തരായി കിഡ്നിയൊക്കെ. ഞാൻ പറഞ്ഞു ഭഗവാനെ അതൊന്നും ചെയ്തില്ല, അതൊരു ഞാൻ 3 ദിവസം ഉറങ്ങിയില്ല, 3 ദിവസം ഞാൻ ഉറങ്ങിയില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പഠിച്ച് +1 ആയി, +2 ആയി. +2 കഴിഞ്ഞപ്പോൾ ഞാൻ തമ്പുരാൻ്റെ അടുത്ത് എന്ന് ചോദിച്ചു. അപ്പോൾ എന്നെ ഇങ്ങനെ എല്ലായിടത്തും പറയും പാരമ്പര്യ വൈദ്യനാണ്, വലിയ കുടുംബത്തിലുള്ളതാണ്. അപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞ് സാറ് ഭഗവാൻ നമ്മളെ ബലൂണിൽ ഊതി പെരുക്കും പോലെ പെരുക്ക് നിർത്തിയിരിക്കുകയാണ്. നമ്മളൊന്നുമില്ലെന്ന് തമ്പുരാൻ്റെ എനിക്ക് അറിയാം, നമ്മളൊന്നുമില്ലെന്ന് സാറേ. അങ്ങനെ ആയുർവേദത്തിന് വിടണം എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് അത് എന്നെ പഠിപ്പിക്കണം, നിങ്ങൾ പാരമ്പര്യമായിട്ടുള്ളതല്ലേ, ഒരു അംഗീകാരം വേണമല്ലോ, അത് എന്നെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞ്. അപ്പം ഇവിടെയൊക്കെ ഒരിടവും കിട്ടാതെ വന്നു സാറേ. കിട്ടാതെ വന്നപ്പം ശാന്തിഗിരിയിൽ ഒരു വേക്കൻസി ഉണ്ടെന്ന് അന്ന് പിലിപ്പം പ്രസാദ് എന്ന് പറഞ്ഞ ഒരാൾ എൻ്റെ അടുത്ത് കിടക്കുകയാണ്. സാറിന് അറിയാമായിരിക്കും, പിലിപ്പം പ്രസാദ് സാറ്, അഡ്വക്കേറ്റ്. അദ്ദേഹം പറഞ്ഞ് പുള്ളിക്ക് ബന്ധമുണ്ട്, പലരെയൊക്കെ വിളിച്ച് പോത്തങ്കോട് ആശ്രമത്തിൽ കോളേജിൽ ഒരു വേക്കൻസി ഉണ്ട്. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എവിടെയായാലും തമ്പുരാൻ്റെ അടുത്ത് ചോദിച്ചിട്ടേ ചെയ്യുള്ളൂ. അത് ഇന്നായാലും അന്നായാലും അതങ്ങനെ തന്നെ. അവിടെ ചെന്നപ്പം ചോദിച്ച്, അപ്പോൾ ഞാൻ ചോദിച്ചു ഭഗവാനെ ഇങ്ങനെ വേറെ ഒരിടത്തും കിട്ടുന്നില്ല, ഇങ്ങനെ ഒരു വേക്കൻസി ഉണ്ട് സിദ്ധ കോളേജിൽ, അത് നല്ലതാണ്, അവിടെ തന്നെ അവനെ വിടി എന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ ഇങ്ങനെ മനസ്സിൽ ആലോചിച്ചുകൊണ്ടിരുന്നു സാറേ, ഭഗവാനെ ഞാൻ തമ്പുരാൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ പിള്ളേരും പറഞ്ഞു, നമ്മൾ ഇന്ന് വഴി അവധി വഴി പോയിട്ടുണ്ട്, അവിടെ കയറിയിട്ടില്ല. പക്ഷേ ഞാൻ തമ്പുരാൻ്റെ അടുത്ത് ഒരു 91-ലോ 2-ലോ ചാലയിൽ പത്മനാഭപിള്ള എന്ന് പറഞ്ഞ ഒരു അങ്ങാടിക്കട വലിയ മുതലാളിയുണ്ട്. അദ്ദേഹമാണ് ശാന്തിഗിരിയിൽ മരുന്ന് കടം കൊടുത്തതും മരുന്നുണ്ടാക്കാനായിട്ട് പ്രോത്സാഹിപ്പിച്ചതും. പുള്ളി ഞാനുമായിട്ട് ഈ ഗുരു വയ്യാതെ കിടന്നപ്പോൾ ഞാൻ അവിടെ പോയിട്ടുണ്ട്. കരുണാകര ഗുരു അദ്ദേഹം കിടക്കണ മുറിയിൽ കയറിയിട്ടുണ്ട്. അദ്ദേഹം ഉള്ളതുകൊണ്ടാണ് എനിക്ക്. അപ്പം ഞാൻ ഈ പൂന്തറ പോണോണ്ട് ഞാൻ തുറന്ന് പറയുകയാണ്, പൂന്തറ പോണോണ്ട് എനിക്ക് ഈ വലിയ സുഖസൗകര്യങ്ങളുള്ളവരെ എനിക്ക് ഇഷ്ടപ്പെടില്ല. ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ അദ്ദേഹം ചോദിക്കുകയും ചെയ്തു, ഇതാര്, പുള്ളി എവിടെ താമസിക്കണമെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് ഇതെൻ്റെ ഒരു മോനെ പോലെയാണ്, വർഷങ്ങളോളം ബന്ധമുള്ളതാണ് എന്നൊക്കെ പറഞ്ഞ് പുള്ളി അവിടെ നിന്ന് ഞങ്ങൾ. അപ്പം ഇതിങ്ങനെ മനസ്സിൽ കിടക്കണം. അപ്പോൾ അങ്ങനെ ഇരുന്ന് ഇതൊക്കെ ചിന്തിക്കുകയാണ് സാർ. ഉടനെ ചോദിക്കണം, വൈദ്യം എന്തിനാലോചിക്കണത്, അവിടുത്തെ കാര്യം വല്ലതും അറിയാം, അവിടെ അവനെ വിട്ടാൽ മതി, അവൻ അവിടെ പഠിക്കട്ടെന്ന് പറഞ്ഞ്. അപ്പോൾ അവിടെ വിട്ട് അങ്ങനെ പഠിപ്പിച്ചു. പിന്നെ മോൻ്റെ അടുത്തും പറഞ്ഞ് ഇവിടെ വരണമെന്ന് നീ പറയണ്ട, പിന്നെ ഞാൻ ഇവിടെ നിർത്തി നിന്നെ പഠിപ്പിക്കുമായിരുന്നു, എൻ്റെ എല്ലാം ട്രസ്റ്റാണ്, എൻ്റെ കയ്യിലൊന്നും അല്ല. ഞാൻ പറഞ്ഞു ഭഗവാനെ ഡെയിലി ഇവിടെ വരാനും അല്ലെങ്കിൽ ഒരാഴ്ചയിലൊരിക്കൽ വന്ന് തൊഴുതാനും ഭഗവാനെ കാണാനും ഒരു ഭാഗ്യം മാത്രം തമ്പുരാൻ തരണം എന്നുള്ള ഇതിൽ പറഞ്ഞു. അപ്പം അവിടെ കിട്ടിയോണ്ട് വേറൊരു ഗുണം പറ്റി സാറേ. ഭഗവാനെ വന്ന് കണ്ടിട്ട് കോളേജിൽ പോകാനുള്ള ഒരു ഇത് കിട്ടി, ഭഗവാന്റെ ഒരു നോട്ടം കിട്ടി. തീർച്ചയായിട്ടും. പിന്നെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ പിള്ളേർക്കും എന്തെങ്കിലും ആയിട്ടുണ്ട് തമ്പുരാൻ്റെ ഇതാണ്. 2 പേരും കോളേജിൽ പഠിച്ചെങ്കിലും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിട്ടില്ല, സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ വേറൊരു കൂട്ടുകെട്ടായിട്ടോ അല്ലെങ്കിൽ വേറൊരു മനപ്രയാസമോ അല്ലെങ്കിൽ അവരിൽ നിന്ന് വേറൊരു പരാതിയോ കോളേജിൽ നിന്നൊരു പരാതിയോ തമ്പുരാൻ്റെ അങ്ങോട്ട് ഇന്ന് വരെ അതുണ്ടായിട്ടില്ല. അതാണ് ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും വലിയ പാട്. അപ്പോൾ അങ്ങനെ ഇരിക്കുക മൂത്തവൻ്റെത് കഴിയാറായി ഹൗസ് സർജൻ നടന്നുകൊണ്ടിരുന്നപ്പോൾ ഇളയവൻ അവനൊരാഗ്രഹം അത് ആയുർവേദം തന്നെ പഠിക്കണം. ചേട്ടൻ പഠിച്ചതുപോലെ എനിക്കും അത് പഠിക്കണം. അപ്പോൾ ഞാൻ ഭഗവാന്റെ അടുത്തെന്ന് പറഞ്ഞു, ഭഗവാൻ അവൻ ഇതുപോലെ നിർബന്ധിക്കുകയാണ്, അവൻ ആയുർവേദം പഠിപ്പിക്കണം. അവനെ ഇത് തന്നെ പഠിപ്പിച്ചത്, പക്ഷെ അവൻ ആയുർവേദം പഠിപ്പിക്കുക എന്ന് പറഞ്ഞ് അങ്ങനെ അതും ഇപ്പം പഠിച്ച് തമ്പുരാൻ്റെ ഉണ്ടായി അതും നിൽക്കുകയാണ്. ഇനി അടുത്ത് ഉടനെ ഹൗസ് സർജന് കയറണം. 2 പേരും ഡോക്ടറായി, തമ്പുരാൻ്റെ അനുഗ്രഹം. അപ്പോൾ അങ്ങനെ ഇരിക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോഴായാലും അപ്പോഴായാലും വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഞങ്ങൾ ആര് പോയാലും, അന്ന് ഞാൻ ഒറ്റയ്ക്കാണ് പോയത്, ഭഗവാന്റെ അവിടെ ചെന്നേ ഭക്ഷണം കഴിക്കുകയുള്ളൂ.
അവിടെ ഉണ്ട്, ആര് ചെന്നാലും ഉണ്ട്, എപ്പോഴും ഉണ്ട് എന്നുള്ളതിൽ. അത് മാത്രമല്ല അവിടെ ചെന്നേ കഴിക്കുള്ളൂ. അങ്ങനെ ഇറങ്ങി നേരത്തെ ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞു, ചിലപ്പോൾ ഞാൻ കള്ളിക്കാടൊക്കെ പോകുമ്പോൾ രാത്രിയാവും, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം എൻ്റെ ജോലിയിൽ സൗകര്യം പോലെയൊക്കെ ആയിട്ട്. സാറേ ഞാൻ അവിടെ കള്ളിക്കാട് എത്തുമ്പോഴേ ഒരു ദിവസം 5 മണിയായി റെക്കോർഡിട്ട്. അപ്പോൾ 5 മണിക്ക് പിന്നെ ഭക്ഷണം കൊടുക്കില്ല ഉച്ചയ്ക്കുള്ളത്. അപ്പോൾ ഞാൻ നമ്മളെ ആശ്രമത്തിൻ്റെ തന്നെ ഒരു തൊട്ട് കടയുണ്ട് അന്ന്. അവിടെ നിന്നൊരു ചായ വാങ്ങിച്ച് ചായയും കുടിച്ച് വടയും തിന്നുകൊണ്ടിരുന്നപ്പോൾ ഭഗവാൻ അപ്പോഴേ ഏകദേശം 5:30 മണിയാവും. നാമം തുടങ്ങിയില്ല, റെക്കോർഡിട്ട്. അങ്ങനെ ഞാൻ കുടിച്ചിങ്ങനെ നോക്കിയതും ഭഗവാൻ മുടി ജടയൊക്കെ പിരിത്തിട്ട് തല തോത്തി എന്നെ വിളിക്കുന്നു ഇങ്ങനെ കാപ്പൊടിക്കാൻ. അതായത് എന്നെ ഭഗവാൻ ആ സമയത്ത് കണ്ടിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല. ആ സമയത്ത് ഭഗവാൻ കുളിക്കാൻ അങ്ങ് കയറും. പിന്നെ ഇപ്പോഴത്തെ ആശ്രമത്തിലെ അങ്ങനെ അതൊരു വലിയ അനുഭവം. അപ്പോൾ എനിക്കൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഇത് കയ്യിൽ വടയിരിക്കണ്, ചായ ഇരിക്കണ്. അപ്പോൾ ഞാൻ പറഞ്ഞ് ഞാൻ പിന്നെ കഴിക്കാൻ പോകാനെ എന്ന് ഇവിടെ നിന്നുകൊണ്ട് അക്കരെയാണ് നിൽക്കുന്നത്. സംസാരിച്ചിട്ട് പോകാൻ പിന്നെ അങ്ങ് പോയി. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഒരുപാട് അനുഭവങ്ങൾ സാറേ. പിന്നെ അതേപോലെ തന്നെ ഞാൻ ഭഗവാന്റെ അനുവാദം ചോദിച്ചിട്ടാണ് അവിടെ വീട് വൈദ്യശാല പണിഞ്ഞത്. വൈദ്യശാല പണിഞ്ഞപ്പോഴെന്ന് പറഞ്ഞാൽ 1,85,000 രൂപ എന്നെ ഒരാൾ ഈ തട്ടിൻ്റെ പണിക്കാർ പറ്റിച്ചിട്ട് പോയി. എന്നിട്ട് ഈ സാധനം കൂടെ കൊണ്ടുപോയി. അപ്പോൾ അതിന് മുന്നേയായിട്ട് ഒരാൾ ഏൽപ്പിച്ച ആൾ കണക്കിൽ ഭഗവാൻ ഓരോ ദിവസവും ചോദിക്കും എന്തരായി, ഇപ്പോൾ ഏത് ഭാഗത്തെത്തി, എന്തൊരു പണി നടക്കണമെന്നൊക്കെ. അപ്പോൾ ഞാൻ ആദ്യത്തെ ബെൽറ്റും കാര്യങ്ങളും കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഭഗവാന് ഇത്ര രൂപയായി, ഇങ്ങനെ നിൽക്കുകയാണ്, അയാൾ ഉടക്കി നിൽക്കുകയാണ്, അവനെ കണക്ക് നോക്കി അങ്ങ് പറഞ്ഞു വിടിയെന്ന് പറഞ്ഞ് അത് കണക്ക് നോക്കി സെറ്റിൽ ചെയ്ത് അങ്ങ് പറഞ്ഞു വിട്ട്. ഇങ്ങോട്ട് തരാനേ ഉള്ളൂ, അതുപോലും കിട്ടിയില്ല, അത് പറഞ്ഞു വിട്ട്. അല്ലെങ്കിൽ അയാൾ ഒരുപാട് പറ്റിച്ചാണ്. അത് കഴിഞ്ഞ് ഈ പൈസ പറ്റിച്ചുകൊണ്ട് പോയി. ഭഗവാന്റെ അടുത്ത് ഇങ്ങനെ എല്ലാം പറയാൻ പറ്റില്ലല്ലോ. ഒരു ദിവസം രാത്രി അത് മാരായമുട്ടത്താണ്. അവിടെ ചെന്നപ്പം ഒരു 10-40 പേരും, ഞാൻ സാറിൻ്റെ അടുത്ത് സത്യമാണ് പറയണത്, 40 പേര്. പിന്നെ നമ്മൾ പൈസ കൊടുത്ത് പണി ചെയ്തവർ നമ്മൾ അടിക്കാൻ കണക്കിന് നിൽക്കുന്നു. വാളും വെട്ടോത്തിയും. ഈ മാരായമുട്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര അലുപ്പേരിയാണ്. അതെ സാറേ ഞാനാണ് കാർ ഓട്ടിച്ച് പോയത്. എൻ്റെ അനിയെ അന്ന് എൻ്റെ കൂടെ പഠിച്ച പുള്ളി സംഘമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു കക്ഷിയാണ്. ഞങ്ങൾ വേറെ ഒന്നിനും പോണതല്ല, ഇതിനെപ്പറ്റി സംസാരിക്കണം, അന്ന് പണി ചെയ്യണം. അതെ അന്ന് ഇതൊക്കെ പറയണമെന്ന് പറഞ്ഞാൽ സാറേ നമ്മളെ വീരത്വമല്ല, ഭഗവാൻ നമുക്ക് അവിടെ വന്ന് ഭഗവാൻ നിന്ന് ചെയ്ത് തന്നതിനെ കുറിച്ചാണ് പറയണത്. അപ്പോൾ ആളങ്ങ് വളഞ്ഞ്. അപ്പോൾ ഇയാൾ കൂടിയപ്പോൾ ഞാൻ കാറ് ലൈറ്റ് അണച്ചില്ല, ഹെഡ് ലൈറ്റ് വിട്ടിരുന്നു. കാര്യം നമ്മൾ അടിക്കാനൊന്നുമല്ല പോകണമല്ല എന്നുള്ള രീതിയിൽ അവർ വിചാരിച്ച് ആൾ നിറച്ച് വരികയാണെന്ന് വിചാരിച്ച് സംസാരമായി. അടിച്ചാൽ നമ്മളൊന്നും നേടൂല സാർ. ആ ഒരു വലിയ അത്ര ഇതാണ്. അപ്പം നമ്മൾ ഭഗവാനെ മാത്രമേ ഞാൻ വിളിച്ചിട്ടുള്ളൂ, ഞാൻ മാത്രമാണ് തമ്പുരാൻ്റെ അടുത്ത് വന്നിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു വയസ്സായ ഒരാൾ ഓടിക്കൊണ്ട് വന്നിട്ട് വെച്ച്, നിങ്ങൾ എവിടെ നിന്ന് വരണം? അത് തിരുവനന്തപുരത്ത്. അയാൾ ഈ പോലീസ് ആയിരുന്നു, റിട്ടയർഡായ. എന്താണ് നിങ്ങൾ എന്ത് വിഷയം എന്തിര്? ഞാൻ പറഞ്ഞു വിഷയമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഈ കണക്കും കാര്യങ്ങളും ഫോട്ടോ കോപ്പി എടുത്ത് യഥാർത്ഥ ബുക്ക് എൻ്റെ വീട്ടിൽ വെച്ചിട്ട് ഒരു പേപ്പർ എടുത്ത് എൻ്റെ ഇത് മടിയിൽ വെച്ചിരുന്നു. അപ്പോൾ ബുക്ക് കൊണ്ടുപോയി ആരെങ്കിലും നോക്കാമെന്ന് പറഞ്ഞ് കീറിക്കളഞ്ഞാലോ. ഇത് ഇദ്ദേഹം വാങ്ങിച്ചിട്ട് മറ്റേ തട്ടുകാരനെ വിളിച്ചിട്ട് വെച്ച്, നീ അവിടെ പോയി പണി ചെയ്ത് പിന്നെ എന്താണ് സംഭവിച്ചത്? അത് കുറച്ച് നഷ്ടം, നീ പറഞ്ഞ റേറ്റിന് അങ്ങേര് പൈസയൊക്കെ തന്ന ഇത്ര രൂപ പറ്റിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നിന്നപ്പോഴേ പിന്നെ വേറൊരാൾ വന്ന് അവിടെ പ്രത്യക്ഷപ്പെടുമ്പോൾ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് സാറിൻ്റെ അടുത്ത്, ഭഗവാൻ നേരിട്ട് കൊണ്ട് നമ്മൾ അവിടെ നിന്ന് കടത്തിവിടാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അന്ന് ചോദിച്ചാൽ എന്തിനാണ് ചേട്ടാ വിഷയം? ഞാൻ പറഞ്ഞു ഇതാണ് കാര്യം, പുള്ളി അവിടുത്തെ CPM-ൻ്റെ ആരോ ആണ്. ശരി, നിങ്ങൾ നാളെ രാവിലെ ഇങ്ങേരെ അവിടെ വരും, വന്നില്ലെങ്കിൽ ഇങ്ങേരെ പാർട്ടി ഓഫീസിൽ വിളിച്ച് നമുക്ക് സംസാരിച്ച് നിങ്ങളിപ്പം പോയി എന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ഏറ്റല്ല,
അപ്പം ഇത് ഇങ്ങനെ പറഞ്ഞെങ്കിലും സത്യം ഞാൻ സാറിനടുത്ത് പറയണം, ഭഗവാന്റെ അനുഗ്രഹം അല്ലെങ്കിൽ അവിടെ നിന്ന് ഒരു എറി പോലും കൊള്ളാതെ പോകാൻ പറ്റൂല. പറ്റൂല. നിങ്ങളിപ്പം പോയി ചേട്ടാ, എനിക്ക് 2 കൊച്ചു പിള്ളേരാണ്, അവരെ കൊണ്ടാണ് സത്യം പറയണത്. നിങ്ങൾ രാവിലെ പോയി ഇവ അവിടെ വന്ന് പണി ചെയ്ത് തരും എന്ന് പറഞ്ഞ്. എന്നിട്ട് അയാൾ പറഞ്ഞ് നിങ്ങൾ വന്ന വഴിയെ പോകരുത്, നിങ്ങൾ വേറെ റൂട്ട് വഴി പോകണമെന്ന് പറഞ്ഞ്. അപ്പം അത് നമ്മൾ അത് ഭഗവാന്റെ ആ പറച്ചിലും നമ്മൾ കാര്യത്തിലെടുത്ത്. നമ്മൾ പോയത് പ്രാവച്ചമ്പലം വഴിയാണെങ്കിൽ വന്നത് പിന്നെ കാട്ടാക്കട വഴിയാണ്. അപ്പോൾ അതൊരു അനുഭവം. അത് കഴിഞ്ഞ് പിറ്റേന്ന് ഞാൻ ആശ്രമത്തിൽ പോണ ദിവസമാണ്. അവൻ ചോദിച്ചു എന്തൊരു വിഷയമാണ്. അപ്പോൾ ഈ അറിയാതെ ചോദിക്കുമ്പോൾ തമ്പുരാൻ അറിഞ്ഞുകൊണ്ടല്ലേ ചോദിക്കണം, നമ്മൾ പെട്ടെന്ന് ചിരിച്ചു. അപ്പോഴാണ് ഞാൻ പറഞ്ഞു, ഭഗവാനെ ഇതുപോലെ ഇന്നലെ കൊന്നുകളയുമായിരുന്നു, തമ്പുരാൻ രക്ഷപ്പെടുത്തി എന്ന് പറഞ്ഞു. വൈദ്യൻ്റെ ദേഹത്ത് ആരും തൊടുവില്ല എന്ന് പറഞ്ഞ്. പിന്നെ വലിയ വേറൊരു അനുഭവം എന്ന് പറഞ്ഞാൽ സാറേ, ചാലയിൽ വൈദ്യശാല ശനിയാഴ്ച പൂട്ടിയ ഞായറാഴ്ച തുറക്കില്ല, തിങ്കളാഴ്ച തുറക്കുള്ളൂ. അപ്പോൾ ശനിയാഴ്ച ഇരുന്ന് രാത്രി ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അവിടെ ഭയങ്കര ഗുണ്ടായുസവും കാര്യവും. പൊന്നപ്പൻ്റെ നമ്മൾ ആരെയും കൈ വെച്ചിട്ടുമില്ല, നമ്മളെ ദേഹത്താരും തൊട്ടിട്ടില്ല, പിന്നെ 1 രൂപ നമ്മൾ ഫീസിന് കൊടുത്തിട്ടുമില്ല. അല്ലാതെ നമ്മൾ ഭഗവാന്റെ നമ്മളെ കൊണ്ട് കഴിയണത് നമ്മൾ ചെയ്യും. അത് ഭഗവാൻ ചെയ്യും പോലെ ഒന്നും ഇല്ലെങ്കിലും ഭഗവാനെ കണ്ട് നമ്മൾ അതിൻ്റെ ഒരു ഇത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശനിയാഴ്ച ഇത് കടവ് കുത്തി തുറന്നേക്കണം ആരോ. തിങ്കളാഴ്ച തുറക്കാൻ ചെന്നപ്പോൾ ലൈറ്റും കിടക്കണ്, മഴ ശനിയാഴ്ചയാണെന്നായിരുന്നു. അപ്പം മഴ ചെരുപ്പൊക്കെ ഇട്ടുകൊണ്ട് കയറിയിരിക്കുന്നതൊക്കെ ഉണ്ട്. ഒരുപാട് ഗ്രന്ഥങ്ങളും കാര്യങ്ങളൊക്കെ ഇരുന്നു. പിന്നെ കുറേ ചില്ലറയുണ്ടായിരുന്നു. 1 രൂപ അല്ലെങ്കിൽ 1 പേപ്പർ അവിടെ നിന്ന് മോഷണം പോയില്ല സാർ. അത് കഴിഞ്ഞ് ഞാൻ അവിടെ ചെല്ലുകയാണ്. എന്തൊരു വിശേഷമെന്ന് വെച്ച് ഞാൻ പറഞ്ഞു, ഭഗവാനെ കടയെല്ലാം കുത്തി തുറന്ന്, അതിനെന്ത് ഒരു സാധനവും പോയില്ലല്ല. അപ്പം ഭഗവാൻ കൂടെ ഉണ്ടെന്നുള്ളതാണ് സാറേ സത്യം. അതൊന്ന്. പിന്നെ അവിടെ തന്നെ ഞാൻ ഇല്ലാതിരുന്നപ്പോൾ ചാലയിൽ തന്നെ എന്നെ എൻ്റെ വൈദ്യശാലയിൽ നിൽക്കുന്നവരെയൊക്കെ വിരട്ടി അവിടുത്തെ ഒരു കില്ലാടി എന്തോരമൊക്കെ പറഞ്ഞിട്ട് പോയി. നമ്മൾ ഇന്നാണെങ്കിൽ ഞാൻ അങ്ങനെ പോവില്ല. അന്നത്തെ ഒരിത് വെച്ചിട്ട് അറിവില്ലായ്മ കൊണ്ട് ആ ഏരിയ അത്രയും തേടി പിടിച്ച് ഇയാളെ കണ്ടില്ല. അവസാനം ഒരിടത്തിരിക്കണമെന്ന് ഒരാളറിഞ്ഞ് അവിടെ ചെന്ന്. അത് നമ്മൾ ചെയ്തത് തെറ്റാണ്, അതും ഭഗവാന്റെ അനുഗ്രഹമാണ് ആരെങ്കിലും ആടി തരാത്തത്. അങ്ങനെ ഞങ്ങൾ തമ്മിൽ സംസാരം രൂക്ഷമായി. അവസാനം വേറൊരാൾ പറഞ്ഞു, വൈദ്യന് വേറെ ജോലിയില്ലെന്ന്, അങ്ങേ അവൻ്റെ കൂടെ സംസാരിക്കണം എന്തിന്, അവരെ കൂടെ എത്താൻ നമ്മൾ ആരുമല്ല, അതെല്ലാം ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായി. അന്ന് ഞാൻ ആശ്രമത്തിൽ പോണ ദിവസമാണ്. അപ്പോൾ ഞാൻ അന്ന് പോകുമ്പോൾ ഒരു കരിക്ക് വാങ്ങിച്ചിട്ട് പോകും. ഭഗവാൻ അതൊന്നും വേണ്ട, ആര് കൊണ്ട് കൊടുക്കണത് കഴിക്കില്ല, നമ്മളെ മനസ്സിൻ്റെ ഇതിന് അത്രേ ഉള്ളൂ. കരിക്കും കൊണ്ട് പോയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞേ, ഇതൊന്നും ഇവിടെ വേണ്ട, ഇപ്പം ഭയങ്കര ചൂടാണ്. അതായത് ഞാനിവിടെ ദേഷ്യപ്പെട്ടത് തമ്പുരാൻ കണ്ട് അവിടെ നിന്ന് എന്നെ കടത്തി വിട്ടതും ഭഗവാനാണ്, കൈകൾ നീട്ടാതെ. അതെ, അത് അവിടെയൊന്നും ഒന്നും നേടാൻ പറ്റൂല സാറേ, ഭഗവാന്റെ അനുണ്ടെങ്കിൽ. പിന്നെ നമ്മളെ വിവരദോഷം കൊണ്ടാണ് എതിർക്കണത്. പിന്നെ ഇപ്പം ഭയങ്കര ചൂടല്ലേ, ഇവിടെ ഇതൊന്നും വേണ്ട, അങ്ങോട്ട് എവിടെയെങ്കിലും താഴോട്ട് ചെന്നിരുന്ന് വെട്ടി കുടിച്ചിട്ട് പോയി എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ഭഗവാൻ പിന്നീട് ഭയങ്കര സ്നേഹമായിട്ട് വിളിച്ച് സംസാരിക്കുകയും പിന്നെ കൈ കിട്ടണയൊക്കെ വാരിത്തരയും അതുപോലെ തന്നെ മുണ്ട് ഒക്കെ തന്നതും ഒരുപാട് സാധനങ്ങൾ തന്നതുമൊക്കെ ഇനിയും ഭഗവാന്റെ അലമാരയിലിരിക്കുന്നത്. അപ്പോൾ അത് ഇങ്ങനെ ഒരു അനുഭവം. പിന്നെ ഇതിലേക്ക് ഏറ്റവും ആദ്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പൂപ്പൻ സമാധിയാണ്. അതെ, അപ്പൂപ്പൻ കൊട്ടാരത്തിൽ നിന്ന് ആയുർവേദ കോളേജ് തുടങ്ങിയപ്പോൾ കൊട്ടാരത്തിൽ നിന്ന് വൈദ്യനായിട്ട് നിയമിച്ച ഒരാളാണ് എൻ്റെ അപ്പൂപ്പൻ. അവിടെ നിന്ന് പെൻഷനായിട്ട് വീട്ടിലുണ്ടായിരുന്നു. സമാധിയാണ്. ശിവാനന്ദ പരമഹംസരുടെ നേരിട്ട് ഉപദേശം വാങ്ങിച്ച ആളാണ്. അപ്പം ഈ ഒരു ബന്ധം ഉള്ളതുകൊണ്ടായിരിക്കും എനിക്ക് തമ്പുരാൻ്റെ അടുത്ത് വരാനുള്ള ഭാഗ്യം എൻ്റെ കുടുംബത്തിൽ എനിക്ക് മാത്രമേ പറ്റിയിട്ടില്ല, എൻ്റെ പിള്ളേർക്കും. അതെ. അപ്പം ഞാൻ ആദ്യമായിട്ട് വന്നപ്പോൾ മാധവൻകുട്ടി സാറും അവിടെ ഉള്ള 1-2 പേരും പറഞ്ഞ്, കൈമനത്തെന്ന് പറഞ്ഞപ്പോൾ മാധവൻകുട്ടി സാറ് പറഞ്ഞ്, ഞാൻ ജനിച്ചത് കരിമത്താണ്, നിങ്ങൾ കൈമനത്ത് എവിടെ? അപ്പൂപ്പൻ്റെ പേര് ചോദിച്ച്. അപ്പൂപ്പൻ്റെ പേര് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ അച്ഛൻ്റെ അച്ഛനാണ്. നിങ്ങൾ അവിടെ ഞാനും ഭഗവാനും ഒക്കെ കൂടെ വന്ന് ചൂടം കത്തിച്ചിട്ടുള്ളതാണ്. തമ്പുരാൻ അവിടെ വന്ന് ചൂടം കത്തിച്ചിട്ടുണ്ട് ഈ സമാധിയിൽ.
ഇത് കഴിഞ്ഞിട്ട് കേശവസ്വാമിയുടെ സമാധിയിൽ പോയി. അന്നേ ദിവസം ഒരുപാട് സമാധികളിൽ ഭഗവാൻ പോയിട്ടുണ്ടെന്ന് പറഞ്ഞ്, അങ്ങനെയുള്ളതാണ് എന്ന് പറഞ്ഞ്. അത് പിന്നെ ഭഗവാൻ പലരിടത്തും പറയണത് എൻ്റെ ചെവി കൊണ്ട് കേട്ടിട്ടുണ്ട്, ഞാൻ അല്ലാതെ അറിഞ്ഞ്. അപ്പോൾ അതും ഭഗവാന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് അവിടെ വരാൻ ഇതായിരിക്കും നിയമം, അല്ലെങ്കിൽ നമുക്ക് വരാനുള്ള ഒരു യോഗ്യതയില്ല സാറേ. കാര്യം നമ്മൾ ഭഗവാന്റെ അടുത്ത് എന്നിരിക്കുമ്പോൾ അവിടെ ആര് വന്നോ എന്താ വൈദ്യശാല തുറന്നോ ഇങ്ങനെയായിരിക്കും നമ്മളെ മനസ്സ്. അത് സ്വാഭാവികമാണ് സാറേ, അതങ്ങനെ. പിന്നെ പിള്ളേരെ പഠിക്കാൻ വിടണം, പിന്നെ ആകുമ്പോൾ എന്നെ അവിടെ ഇരുത്തിക്കില്ല. തമ്പുരാൻ പറയും അവിടെ രോഗികളെ ഇട്ടിട്ട് ഇവിടെ വന്നിരുന്ന എഴുച്ചു പോയിട്ട് വരി എന്നൊക്കെ പറയും. അപ്പോൾ അത് അങ്ങനെ. ഇപ്പം മൂത്ത ആളുടെ കല്യാണം തന്നെ ഭഗവാൻ ഉള്ളപ്പം തന്നെ അനുവാദം വാങ്ങിച്ച്, അപ്പോഴൊക്കെ ഭയങ്കര വയ്യാത്തൊരു ഇതായിരുന്നു. അത് പൊരുത്തം നോക്കിയാവെന്ന് ചോദിച്ചു, എന്ന് പറഞ്ഞ്. പിന്നെ കല്യാണത്തിൻ്റെ വിളിക്കാൻ ചെന്നപ്പോൾ ബിജുവിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് 500 രൂപ മോൻ്റെ കൊടുക്കാൻ പറഞ്ഞ്. അപ്പോഴൊക്കെ ഭഗവാൻ വയ്യാത്തൊരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള സമയമാണ്. അതങ്ങനെ. പിന്നെ രണ്ടാമത്തവൻ്റെ പഠിത്തവും കഴിഞ്ഞത്. ഇതെല്ലാം ഓരോ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഈ സമയം വരെ എനിക്ക് എന്തെല്ലാം നേട്ടമുണ്ടോ അതെല്ലാം പൊന്നപ്പനല്ലാതെ എനിക്ക് വേറെ ആരും ഇല്ല. ഭഗവാന്റെ അത് വേറൊരാൾ തന്നാലും സാറേ, ഈ ആശുപത്രി കിംസിൽ മോനെ കിടത്തുമ്പോഴേ തന്നെ ഈ 3 പേര് വരണത് ഭഗവാൻ അറിയാം ആ പൈസ കിട്ടും എന്നുള്ളത്. അവർ ചികിത്സ പാർട്ടി പൈസ തന്നത് കൊണ്ടല്ല ഈ പറയണത്, അല്ലെങ്കിൽ നമ്മൾ ചികിത്സിച്ചതിൻ്റെ അല്ല പറയണത്. ഭഗവാൻ അന്ന് ഇത്രയും രൂപ അവിടെ ആവും. അതെങ്ങനെ എന്ന് പറഞ്ഞാൽ അത് ഭഗവാൻ തന്നെ തരുന്നതാണ്, ആവശ്യം അനുസരിച്ച് തന്നതാണ്. അതല്ലാതെ അവർ പൈസ തന്ന് ഈ ആശുപത്രിയിലെന്ന് അറിഞ്ഞുകൊണ്ട് അവർ തന്ന്. പിന്നെ അത് പോയിട്ട് കഴിഞ്ഞ 31 ജാനുവരി 31 എനിക്കൊരു വലിയ ആക്സിഡൻ്റ് ഉണ്ടായി. ഈ സാധനവും ഭഗവാൻ തന്നതാണ്. അതെ, ഇത് പൊട്ടിപ്പോകുമെന്ന് പറഞ്ഞ് ഞാൻ വെള്ളിയിൽ ഇങ്ങനെ ഇട്ടേക്കണേണ്. പിന്നെ അപ്പോൾ നമ്മളവിടെ ഇരുന്നപ്പോൾ എല്ലാവർക്കും വള കൊടുത്ത്. അതാണ് തമ്പുരാൻ ചെയ്യണത്. ഓരോരുത്തർക്കും അവരവരാ ഇത് അവരെ ചെയ്യുള്ളൂ. വള കൊടുത്തപ്പം ഞാനും എൻ്റെ പിള്ളേരും ഒക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാനോ പിള്ളേരോ ചിന്തിച്ച് കാണും എല്ലാവർക്കും കൊടുത്ത് നമുക്ക് കിട്ടിയില്ലല്ലെന്ന്. അപ്പം പറഞ്ഞ് ഇതൊന്നും വൈദ്യന് വേണ്ട, അത് വൈദ്യന് വേണ്ട എന്ന് പറഞ്ഞ്. അങ്ങനെ ആദ്യം ഒരു ഇത് തന്നത് പൊട്ടിപ്പോയിട്ട് അത് പൊട്ടിയത് പിറ്റേ പ്രാവശ്യം ചെന്നപ്പോൾ അത് പൊട്ടിയെന്ന് മനസ്സിലാക്കി തമ്പുരാൻ ഇതെടുത്തോണ്ട് വന്നിട്ട് 2 സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചിട്ട് കയ്യിലിട്ടോളാൻ പറഞ്ഞ്. അപ്പോഴേ ഇത് വന്നത് ഒരു 15-16 കൊല്ലത്തിന് മുമ്പ് ഈ വാച്ച് തന്ന്. ഈ വാച്ച് തമ്പുരാൻ തന്നെയാണ് സാർ. കഴിഞ്ഞ 31 എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റി. ഞാൻ കൈമനത്തുനിന്ന് തിരിഞ്ഞു വന്ന്, ഞാൻ പെരിങ്ങമല പോയിട്ട് തിരിഞ്ഞ് വന്ന് കൈമനത്തെന്ന് തിരിഞ്ഞതും എൻ്റെ നേരെ വന്നൊരു ആട്ടോ ഇടിച്ചു തന്ന്. ആട്ടോ ഇടിച്ചു വിടുന്നില്ല ഞാൻ. പക്ഷെ ഇവിടെ അത്ര അങ്ങ് ചതഞ്ഞ് മുറിഞ്ഞ് മുഖത്തും ഞാൻ വെള്ളയെ ഉപയോഗിക്കുള്ളൂ പണ്ട് തൊട്ട്, എൻ്റെ 60 കാലം തൊട്ട്. അപ്പം ശരീരം മൊത്തം ബ്ലഡായി ഇങ്ങനെ തെറിച്ച്. ഈ വാച്ചിൽ ഒരു തുള്ളി രക്തം വീഴേ ഈ വാച്ച് കിടന്നതാണ് ഒരു കവചം പോലെ ഭഗവാന്റെ അനുഗ്രഹം. അപ്പം തമ്പുരാൻ ഈ നടക്കണത് അന്ന് കണ്ടായിരിക്കും ഇത് തന്നത്. ഈ വാച്ച് കിട്ടിയതിന് ശേഷം എനിക്ക് വലിയ കൂടിയ വാച്ച് ഒരുപാട് കിട്ടി. അതിൽ ഒരെണ്ണം മാത്രം ആണയിട്ട് ഒരാൾ തന്ന, അത് ഇപ്പോഴും വെച്ചേക്കണേ. അത് ഇത്തിരി വില കൂടിയത്. ബാക്കിയുള്ള എല്ലാം എനിക്ക് കിട്ടിയത് എൻ്റെ മക്കൾക്കും അതുപോലെ മറ്റുള്ളവർക്കും ഞാൻ കൊടുത്ത്. അതങ്ങനെ ജീവിതത്തിൽ എന്തെങ്കിലും ഇന്നുവരെ നേടിയിട്ടുണ്ടെങ്കിൽ പൊന്നപ്പൻ്റെ അനുഗ്രഹം ഉണ്ടായല്ലാതെ വേറെ ഒരു ഇതും നമ്മൾ ഇന്നുവരെ ഒന്നും നേടിയിട്ടില്ല. ഭഗവാന്റെ ഇനിയും അങ്ങനെ തന്നെ നമുക്ക് ഇനിയും എൻ്റെ കാലവും അടുത്ത മക്കളെ കാലത്തും അടുത്ത തലമുറയും ഭഗവാന്റെ അവിടെ വന്ന് തൊഴാനായിട്ടൊരു അനുവാദം മാത്രം നമുക്ക് കിട്ടിയാൽ മതി. വന്ന് തൊഴുത് പോകാനായിട്ട് അവിടുത്തെ പ്രസാദവും കഴിക്കണം ഉണ്ടെങ്കിൽ. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇതുവരെ തമ്പുരാൻ്റെ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ എന്താണ് ഇപ്പം ചോദിച്ചാൽ ചിലപ്പം ഭഗവാൻ വേണ്ടെന്ന് പറയും. അപ്പോഴേ എന്നെ ചോദിക്കാം എന്ന് വിചാരിച്ച് പോകും. ഞാൻ ആദ്യം എൻ്റെ ഒരു കാർ എടുക്കണം. അപ്പോൾ നമ്മൾ ആട്ടയിലും ബസ്സിലും ഒക്കെ കയറി ബസ്സിലും എല്ലാവർക്കും കൂടെ പോകും. അതേപോലെ തന്നെ ഞാൻ എൻ്റെ അടുത്ത് പോയി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ച് മാറ്റിക്കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞ് ആരെയും വിളിച്ചോണ്ട് വരരുത്, ഇവിടെ സ്ഥാനമാനങ്ങൾക്ക് നിൽക്കരുത്, ആരുമായിട്ടും കമ്പനി അടിക്കരുത്. സാറേ, ഞാൻ ഇന്ന് വരെ
അത് പാലിച്ചു പോകണം സാറേ. അത് ഭഗവാന്റെ ഒരു അനുഗ്രഹമാണ്. അല്ലെങ്കിൽ എനിക്ക് ചിലപ്പോൾ അവിടെ നിൽക്കാൻ പറ്റില്ല. പിന്നെ അതങ്ങനെ ഇന്ന് വരെ ഞാൻ ഇന്നാണ് ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞ ഈ വിവരം. അപ്പോൾ ഒരു 7 കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാൻ ഭഗവാനടുത്ത് ചോദിച്ചു, ഭഗവാനെ വീട്ടിലുള്ളവരൊക്കെ വരണമെന്ന് പറയണ ഒന്ന് ആ വൈദ്യൻ്റെ ഭാര്യയും മക്കളെയും വൈദ്യനല്ല ആര് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അങ്ങനെ അവരെയും കൊണ്ടുവന്ന്. വേറെ 2-3 അനുഭവം എന്ന് പറഞ്ഞാൽ ഞാൻ തമ്പുരാനെ കണ്ടതിന് ശേഷം ആരും പറഞ്ഞിട്ടൊന്നുമില്ല, നമ്മളെ പിന്നെ സാറേ വീട് വിട്ടു പോകില്ല, വേറെ അത്യാവശ്യമൊന്നും പോകില്ല, കല്യാണങ്ങളൊക്കെ അങ്ങനെയൊക്കെ ഉള്ളൂ. ഞാൻ മുടിയും താടിയൊന്നും വെട്ടൂല്ലായിരുന്നു. അങ്ങ് വളർത്തി തടവാനൊക്കെ നിൽക്കുമ്പോഴേ ജോലി ചെയ്യുമ്പോഴേ ഞാൻ മുടി വാരി കെട്ടിക്കൊണ്ടാണ് നിൽക്കുന്നത്. ആരും പറഞ്ഞിട്ടല്ല, അങ്ങനെ ഇരുന്ന് ഞാൻ ഭഗവാന്റെ അടുത്ത് ഇരുന്നപ്പോൾ തമ്പുരാൻ്റെ അവിടെ വന്ന് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഒരാൾ വെളിയിൽ പോയ ഒരു ലേഡി. പിന്നെ ഈ ഇടയ്ക്ക് ഞാൻ അവരെ കണ്ട്, പക്ഷെ തൊഴുതിട്ട് ഞാൻ തൊഴുത് വരും മുമ്പ് അവർ പോയി, അല്ലെങ്കിൽ ഞാൻ സംസാരിക്കുമായിരുന്നു. അവിടെ വന്ന് ഭഗവാൻ തന്നെ വെളിയിൽ വിട്ട് ഭഗവാൻ ഒരു ഫ്ലാസ്ക് കൊണ്ടുവന്നു. ഫ്ലാസ്ക് കൊണ്ടുവന്നപ്പോഴേ ഭഗവാൻ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞ് ഇരിക്കുന്ന വൈദ്യന് കൊടുക്കാൻ പറഞ്ഞ്. ഈ പെണ്ണുമ്പിള്ള എന്ത് ചെയ്തെന്നാ സാറേ, എനിക്ക് ഫ്ലാസ്കം തന്നിട്ട് സാഷ്ടാംഗം കിടന്ന് തൊഴുത് ഞാൻ ചാടി വീഴുന്ന എഴിച്ചിട്ട് ഭഗവാൻ പറഞ്ഞ്, അതൊക്കെയാണ് സാറേ നമ്മൾ ഭഗവാനെ പൊന്ന തമ്പുരാൻ പറഞ്ഞ വാക്ക്, അതും നല്ലത് എന്നെന്ന് പറഞ്ഞ്. ഞാൻ നേരെ എൻ്റെ മനസ്സിൽ വിചാരിച്ച്, ഇത് താടിയും മുടിയും എല്ലാവർക്കും എല്ലാവരും വളർത്തും, നമുക്കതിനുള്ള യോഗ്യതയില്ല. ഞാൻ പിറ്റേ പ്രാവശ്യം ചെന്ന് പിറ്റേന്ന് തന്നെ താടിയും മുടി അങ്ങ് വെട്ടി കുറച്ച് ഇതുപോലെ ആയി. അപ്പോൾ അടുത്ത് ചെന്നപ്പോൾ ഭഗവാൻ ചോദിച്ച് എന്ത് പറ്റി? ഞാൻ ഒന്നും മിണ്ടിയില്ല, ഇങ്ങനെ തമ്പുരാൻ അറിയാമല്ല തൊഴുതുകൊണ്ട് നിന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ സാറേ നാളെ നടക്കുന്ന കാര്യവും ഭഗവാൻ ഇന്ന് നമ്മളെ പറഞ്ഞു തരും. എന്നിട്ട് നമ്മളുടെ അടുത്ത് ചോദിക്കും, ഇപ്പം നേരെ വീട്ടിൽ തന്നെ അവിടെ നിന്ന് ഇറങ്ങുമ്പം ചോദിക്കും, നേരെ വീട്ടിൽ തന്നെയെന്ന് ചോദിക്കും. ഞാൻ ഇന്നും ഭഗവാൻ ഉള്ളപ്പോഴും ഞാൻ നേരെ ആശ്രമത്തിൽ പോവും. കഴിവിൻ്റെ 100% ആശ്രമത്തിൽ നിന്ന് വീട്ടിൽ വന്നിട്ട് വേറെ എവിടെയെങ്കിലും പോകും. വഴിയിൽ ഞാൻ ഇറങ്ങില്ല. ചിലപ്പോൾ പിള്ളേർ കൊച്ചായിരുന്നപ്പോഴേ തന്നെ എന്തെങ്കിലും ചായ കുടിക്കണമെന്ന് പറഞ്ഞാലും ഞാൻ പറയും നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കഴിക്കാമെന്ന് പറയും. അപ്പോൾ അതിൽ ഭഗവാൻ എന്തോ അതാണ് കൂടെ ഭഗവാൻ ചോദിക്കുന്നത്, നേരെ വീട്ടിൽ തന്നെ പോണത് വഴിയിൽ ഇറങ്ങുമോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ മരുന്നുണ്ടാക്കുന്നതായാലും മരുന്ന് കൊടുക്കുന്നതായാലും ഇന്ന് വരെ പൊന്നപ്പൻ്റെ ഒരു കുഴപ്പമൊന്നുമില്ല. അതുമാത്രമല്ല പാരമ്പര്യ വൈദ്യന്മാരെ തെരഞ്ഞു പിടിച്ച് നടക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. സത്യം. ഭഗവാന്റെ കൊണ്ട് ഒരു കുഴപ്പവും ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ 1-2 പ്രശ്നങ്ങൾ സ്നേഹബന്ധം കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. എങ്ങനെ വൈദ്യൻ്റെ ലെറ്റർ പേഡിലൊന്ന് എഴുതിത്തരി, അല്ലെങ്കിൽ ഒരു സഹായം ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് അതൊക്കെ വലിയ വിഷയങ്ങളായിട്ടുണ്ട്. അതൊക്കെ പൊന്നതമ്പുരാനെ ഉണ്ടായി. തമ്പുരാൻ നേരിട്ട് വന്ന് ചെയ്യും പോലെ തന്നെ എനിക്കത് ഈ കൂട്ടത്തിൽ അത് പറയാതിരിക്കാൻ പറ്റില്ല. ഇന്നത്തെ DGP അദ്ദേഹത്തിനെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഇതിനിടയിൽ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ സാറേ, എനിക്ക് കരമന SPT ബാങ്കിൽ നിന്ന് ലോണ് തരാമെന്ന് പറഞ്ഞ്. ലോൺ 1.5 വർഷം കൊണ്ട് അപേക്ഷിച്ച് തരാമെന്നുള്ള എല്ലാം ആയി. ഞാൻ കയ്യിലുണ്ടായിരുന്നതും അല്ലാതെയും എല്ലാം കൂടെ കൊണ്ട് വൈദ്യശാല പൊളിച്ച് പണി തുടങ്ങി. ഒരു നില തീർന്നപ്പോഴേ ബാങ്ക് മാനേജർ പറയുന്നു 1.5 വർഷം കഴിഞ്ഞ്. അപ്പം ലോൺ ഇപ്പം കിട്ടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഒരു നില കഴിഞ്ഞപ്പോൾ ബാങ്ക് മാനേജർ പറയണ് ഇതെല്ലാം വലിച്ചു കീറി കൈ തന്നിട്ട് നിങ്ങൾക്ക് ലോണ് തരൂല്ല. അപ്പം നമുക്ക് ക്വാളിഫൈഡ് അല്ലല്ലോ സാറേ, ഞാൻ പാരമ്പര്യ വൈദ്യനാണല്ല. അപ്പം ഞാൻ ആകെ കൂടി എനിക്ക് എൻ്റെ കൂടെ പഠിക്കുന്ന ആളിൻ്റെ ഭാര്യ ചികിത്സയിലാണ്. പുള്ളി അവിടുത്തെ ഡ്രൈവറാണ്, പൂജപ്പുര. പുള്ളി ഉള്ള ബന്ധം വെച്ചിട്ട് ഞാൻ സാറേ ഇത് ഇരിക്കട്ടെ 2 ദിവസം കഴിഞ്ഞ് ഞാൻ പ്രമാണം വാങ്ങിക്കാമെന്ന് പറഞ്ഞ് ഇതും കൊണ്ട് പുള്ളിയെ വിളിച്ചുകൊണ്ട് അവിടെ പോയി. അവർ പറഞ്ഞ് നിങ്ങൾക്ക് ലോണ് തരാൻ എന്തൊരു യോഗ്യത ഇരിക്കുന്നു, ലോണ് തരാൻ പറ്റൂല എന്ന്. ഷുവർട്ടിയില്ല. അല്ല കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് സാറേ. അല്ല അവർക്ക് തിരിച്ചു പിടിക്കാനുള്ള ഇത് നോക്കുമല്ലോ. അത് തന്നെ ഈ വസ്തു വച്ചിട്ടാണ് നമ്മളിത്. പിന്നെ ഞാൻ ഒരു 4-5 വർഷം കൊണ്ട് ഈ കണക്കും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ GST കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ലോണുകളുള്ളതുകൊണ്ട് കാറൊക്കെ എടുത്തതുകൊണ്ട് അത് വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യണുണ്ട്. അപ്പം അതും ഭഗവാൻ നേരിട്ട് തമ്പുരാന് സാധിക്കാത്തത് കൊണ്ട്
പൊന്നപ്പൻ്റെ അനുഗ്രഹം ഉണ്ടായി. സത്യം പറഞ്ഞാൽ ഇന്നത്തെ ഡി ജി അദ്ദേഹം തമ്പുരാൻ്റെ അനുഗ്രഹമായിട്ട് തമ്പുരാനായിട്ട് അദ്ദേഹത്തിനെ കൊണ്ടുവന്ന് ഒരൊറ്റ ഫോണ്. സാറേ, ഈ അപേക്ഷ കൊടുക്കും മുമ്പേ 3 ദിവസത്തിനകത്ത് എനിക്ക് ലോണ് പാസ്സായി അക്കൗണ്ടിൽ വന്ന്. പിന്നെയാണ് എൻ്റെ മാനേജർ ഈ പേപ്പറുകൾ ഇതെല്ലാം ഹെഡ് ഓഫീസിൽ വിടണത്. പിന്നെ അവർ എന്നെ കണ്ട അവരെഴിക്കും, നിങ്ങളിരിക്കുന്നത്. ഞാൻ അവരെ അപ്പോഴും ഞാൻ പറയില്ല മേഡം ഇരിക്കണമെന്നാണ്. എന്നിട്ട് അവരതേപോലെ തന്നെ അവരെൻ്റെ അടുത്ത് പിന്നെ എത്രയോ ദിവസം കാല് തടവാനായിട്ട് വന്നിട്ടുണ്ട്. സാർ, അത് പോയിട്ട് എൻ്റെ മോനെ ഓപ്പറേഷൻ ചെയ്ത ഡോക്ടർ അത് പറയാൻ വിട്ടുപോയി. അദ്ദേഹം എത്രയോ വർഷം പിന്നെ എൻ്റെ ചികിത്സയിലിരുന്നു. അതെല്ലാം ഭഗവാന്റെ ഒരു അനുഗ്രഹമാണ്, അല്ല നമ്മളെ മിടുക്കുകൊണ്ടല്ല. ഹരിഹര സാറ് മനസ്സിലായി അങ്ങനെ ഇരുന്നിട്ടുണ്ട്. ചെയ്യാനായിട്ട്. അപ്പോൾ അതുപോലെ തന്നെ പുള്ളിയുടെ ഭാര്യ മരിച്ചപ്പോഴും നമ്മളവിടെ പോയാൽ ഇന്ന് വരെ പുള്ളിക്ക് ഇപ്പോഴും വയ്യ, പ്രായത്തിൻ്റെ ഇതുകൊണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ഓണത്തിന് മുന്നേ പോയി കണ്ടിരുന്നു. ഇപ്പം മോളെ കൂടെയാണോ അവിടെയാണെന്ന് അറിഞ്ഞൂടാ അതെങ്ങനെ. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഞാൻ അതാണ് പറഞ്ഞത്, എന്തെങ്കിലും നമ്മളെ ജീവിതത്തിൽ മനുഷ്യനായിട്ടുണ്ടെങ്കിലും അല്ലാതെ പിള്ളേരെ കാര്യത്തിലായാലും സാറേ ഏറ്റവും വലിയ കാര്യമെന്ന് പറഞ്ഞാൽ ഭഗവാന്റെ അനുഗ്രഹം മക്കളെ കാര്യത്തിലാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ 2 മക്കളെ എനിക്ക് ഭഗവാന്റെ ഒരു ഇപ്പോഴും അപ്പോഴും ഒരു നോട്ടത്തിൽ തന്നെ. അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞ് നല്ലൊരു പെങ്കൊച്ചിനെ കിട്ടി, ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായി. അതും ഇനിയിപ്പം ഗർഭിണിയാണ്, 5ാം മാസമായി മരുമോള്. അതെ, ഇതെല്ലാം ഭഗവാന്റെ ഒരു അനുഗ്രഹമാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ഡിസംബറിൽ ജനുവരി 31 എനിക്ക് ആക്സിഡൻറ്റ് പറ്റണ്. അതൊരു വല്ലാത്തൊരു ആക്സിഡൻ്റ് ആയിരുന്നു സാറേ. അപ്പോഴും മരുമകൾക്കൊരു 2 മാസം 3 മാസമായിരുന്നു, അത് അബോർഷനായിപ്പോയി. ഇപ്പം ഭഗവാന്റെ അതും ഇങ്ങനെ പോണ്. ഇനിയും തമ്പുരാൻ്റെ അടുത്ത് നമ്മൾ ഉള്ള ആഗ്രഹം അതാണ്. പിള്ളേർക്കും അടുത്ത തലമുറയും നമ്മളെ കാലം വരെ അവിടെ പോകാനായിട്ടും അതൊക്കെ ചെയ്യണമെന്നുള്ളതാണ് നമ്മളെ ആഗ്രഹം. പിന്നെ സാറിത് നടത്തിക്കൊണ്ടുപോകണത് ഭഗവാന്റെ അനുഗ്രഹവും ആദ്യമായിട്ട് സാറിനാണ് ഇതിന് നന്ദി പറയാനുള്ളത്. അതുകൊണ്ട് ഇതും തുടർന്ന് നടക്കാനും സാറിനും കുടുംബത്തിനും എല്ലാവർക്കും ഇത് ഭഗവാൻ തരാതിരിക്കാൻ പറ്റൂല, തന്നേ പറ്റൂ. അപ്പം അതൊരു അഹങ്കാരമായിട്ട് പറയണതല്ല. ഭഗവാൻ എന്ന് പറയുമ്പോഴേ സാറേ എല്ലാത്തിനും നമുക്കൊരു ധൈര്യം 100% അത് ഉണ്ടായിരുന്നതിനെക്കാട്ടിയും സാറേ ഇപ്പം വേറൊരു അനുഭവം ഞാൻ പറയാം. ഞാൻ അടുത്ത കാലത്ത് കഴിഞ്ഞ മാസം എനിക്ക് നെയ്യാറ്റിൻകര ടൗൺ ഹാളിൽ വെച്ച് പാരമ്പര്യ വൈദ്യന്മാർ ഒരു പരിപാടിക്ക് വിളിച്ചിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് അങ്ങോട്ട് പോകുമ്പം തലേദിവസം ഇവിടെ ഞാൻ ഇങ്ങനെയുള്ള പരിപാടിക്ക് ഭഗവാനെ പോയി കണ്ടിട്ടേ പോവുള്ളൂ, അന്നല്ലെങ്കിൽ തലേദിവസം. സാറേ എനിക്കിവിടെ പോകാൻ പറ്റിയില്ല. അപ്പം മനസ്സിൽ വിചാരിച്ച് നെയ്യാറ്റിൻകര പോയി തമ്പുരാനെ അവിടെ നിന്ന് കണ്ടിട്ട് പോവാം, ആലയിൽ ആശ്രമത്തിൽ. അങ്ങോട്ട് പോയപ്പോഴും ഇവിടെ നിന്ന് ഇറങ്ങിയപ്പം താമസിച്ചു. തിരിച്ച് അവിടെ ചെന്നിട്ട് വിചാരിച്ച് പരിപാടി കഴിഞ്ഞിട്ട് വരാമെന്ന്. പരിപാടി കഴിഞ്ഞപ്പോൾ അവർ ഊണ് കഴിക്കാതെ വിടൂല്ല. ഊണ് കഴിച്ചിട്ട് എന്തായാലും ഇവിടെ വന്ന് തിരികെയൊക്കെ വാങ്ങിച്ച് ഞാൻ ഇളയ മോനും കൂടെയാണ് അവിടെ പോയി. സാറേ, എൻ്റെ അച്ഛനാണ് വൈദ്യശാല സത്യത്തിൽ അഗസ്ത്യരാണ്, സത്യമാണ് ഞാനിത് പറയണത്. ഇന്ന് പലരും എൻ്റെ അടുത്ത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ ചിലപ്പം ഇത് കേൾക്കുമെങ്കിൽ ക്ഷമിക്കണം, എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഭഗവാൻ ഉണ്ടോ എന്ന് എൻ്റെ അടുത്ത് പലരും. ഞാൻ ആരെയും പേര് പറയുന്നില്ല, എനിക്കതിൽ പരാതിയില്ല. സാറേ, വലിയ ചെന്ന് കയറുമ്പോൾ കൈകാലം കഴിഞ്ഞ് ഞാൻ ഭഗവാന്റെ പടത്തിൽ സാഷ്ടാംഗം തിരിയും കൊണ്ടുവച്ച് തൊഴുതിട്ട് ഞാൻ മനസ്സുകൊണ്ട് ആലോചിക്കുകയാണ്, ഭഗവാൻ ഉണ്ടായിരുന്നെങ്കിൽ ആ വൈദ്യനാ എവിടെ ഇഞ്ഞ് വരി എന്ന് വിളിക്കുമായിരുന്നല്ലോ എന്ന് മനസ്സിൽ ചിന്തിച്ച് തീരുമ്പേ ഭഗവാൻ ഇരിക്കണ മുറി വലിച്ചങ്ങ് തുറന്ന് സാറേ എൻ്റെ അച്ഛനാണ് ഭയങ്കര ഒരു അതിശയമായിപ്പോയി. ഞാൻ ഇങ്ങനെ അപ്പോൾ അകത്ത് നിന്ന് ആരോ തുറക്കും പോലെ എനിക്ക് തോന്നുന്നു. ഞാൻ ഇങ്ങനെ എത്തി നോക്കിയപ്പോൾ ഭഗവാൻ ഇരിക്കും പോലെ വലിയൊരു പടം അവിടെ വച്ചേക്കണ്. അതിൽ നിന്ന് തൊഴുത് ഞാനും മോനും തൊഴുതുകൊണ്ട് വെളിയിൽ നിന്നിട്ട് പറഞ്ഞത് ഇതൊരു വലിയ അനുഭവമാണ്. ഞാൻ ഇങ്ങനെ തൊഴുതുകൊണ്ട് കിടന്നപ്പം മനസ്സിൽ വിചാരിച്ച് ഭഗവാൻ ഉണ്ടായിരുന്ന വിളിക്കുമല്ലോ, ഇപ്പം ഇത് കണ്ടാന്ന് ചോദിച്ച്. ഇത് പറഞ്ഞുകൊണ്ട് നിന്നപ്പോഴേ ഈ കഥ അടച്ചിട്ട് പോയ അവിടുത്തെ ഡ്യൂട്ടിയിലുള്ള ഒരാൾ പറഞ്ഞു, അങ്ങേർക്ക് എന്നെ അറിയാം, പക്ഷേ ഈ വെപ്രാളത്തിൽ എനിക്ക് പെട്ടെന്ന് പിടികിട്ടിയില്ല. പുള്ളി ചോദിച്ച്, വൈദ്യർ ഒരുപാട് കാലമായല്ലോ ഇവിടെ വന്നിട്ട്. ഞാൻ പറഞ്ഞു, അയ്യോ ഇത് ഞാൻ അടച്ചിട്ട് പോയതല്ല ആണല്ലോ, ഇത് ആര് തുറന്ന്? ഞാൻ പറഞ്ഞ്
അതാണ് ഞാനും മോനും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കഥ ഞങ്ങൾ തുറന്നു ആരെന്ന് അറിഞ്ഞുകൂടാ. ഞാൻ മനസ്സിലിങ്ങനെ വിചാരിച്ച് കിടന്നപ്പോഴേ കഥവ് പൂട്ടിയിട്ട് ഇങ്ങനെ തുറന്ന് ഭഗവാൻ ഉണ്ടായിരുന്ന ഇങ്ങനെ വിളിക്കുമായിരുന്നല്ലോ, കഥവ് ആരോ വലിച്ചു തുറക്കുമ്പോൾ അത് ഞാൻ പൂട്ടിയിട്ടാണ് പോയത് എന്ന് പറഞ്ഞ്. അപ്പം നമ്മൾ എന്താണ് സാറേ ഇതിൽ മനസ്സിലാക്കുക? ഇതിലെന്താണ് മനസ്സിലാക്കുക? നിറഞ്ഞു നിൽക്കുകയല്ലേ ഭഗവാൻ അപ്പോഴേ അന്നും ഇന്നും എല്ലാത്തിനും ഉണ്ട്. ഈ ആക്സിഡൻറ്റിന് ശേഷം എനിക്ക് ചെറിയ 2 ഓപ്പറേഷൻ കഴിഞ്ഞ് ഇതും എല്ലാം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം ഭംഗിയായിട്ട് പോവുകയാണ്. ഒരു കേടുപാടോ മറ്റുള്ളതൊന്നുമില്ലാതെ. അപ്പം ഈ സാറിൻ്റെ നടയിൽ വരാനും സാറുമായിട്ട് ബന്ധപ്പെടാനും ഈ സംസാരിക്കുന്നത് വരെ എൻ്റെ പൊന്നപ്പൻ്റെ അനുഗ്രഹമാണ്. അല്ലാതെ എനിക്ക് അതിനുള്ള യോഗ്യതയില്ല. അതുപോലെ തന്നെ ഭഗവാൻ നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാൻ പറ്റുന്നില്ലെങ്കിലും എല്ലാ കാര്യം ചോദിക്കുകയും ചെയ്യാം, സംസാരിക്കുകയും ചെയ്യാം, എല്ലാം ചെയ്യാം. അതിന് നേരെ നമ്മൾ നെല്ലായിട്ട് നടന്നു കഴിഞ്ഞാൽ അതിനുള്ള ബന്ധങ്ങൾ തമ്പുരാൻ തന്നെ ഉണ്ടാക്കി വെച്ച് എന്നിട്ട് പോയിക്കുകയാണ്. തീർച്ചയായിട്ടും എന്നെ ഒരുപാട് പ്രതിസന്ധി എന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട് പ്രതിസന്ധി എന്ന് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഈ സ്നേഹം കൊണ്ടോ ഒക്കെ ചെയ്തിട്ടുള്ള പല കാര്യങ്ങൾക്കും ഈ ഒരാൾ ചിലപ്പോൾ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറയും. അതേപോലെ തന്നെ സാറേ അതിലൊക്കെ നമ്മൾ വെട്ടിലാവാനുള്ളതാണ്. എൻ്റെ കൂടെ പഠിച്ച ഒരാളിനെ കൊണ്ട് തടവാൻ വന്ന് ഞാനും മക്കളും ഒരുങ്ങി നിൽക്കുകയാണ് തിരുവോണത്തിന് ഭഗവാന്റെ അടുത്ത് പോകാനായിട്ട്. ഒരു തിരുവോണ ദിവസം ഞാനിത് കൈകൊണ്ട് തൊട്ടിട്ടേ ഇല്ല. പക്ഷെ പിന്നെ കുടങ്ങാവളയോടെ കൊണ്ട് കിടത്തി ആൾ മരിച്ചുപോയി. ക്രൈംബ്രാഞ്ച് അന്വേഷണം വന്നപ്പോഴേ ആദ്യം വന്ന വൈദ്യശാല ഇത്. അതും നമ്മൾ രക്ഷപ്പെട്ടത് ഈ ഒരു ഇതാണ്. അപ്പോൾ അത് ഭഗവാൻ മുഖേന അദ്ദേഹത്തിന് അമ്മയും പറഞ്ഞിട്ടുണ്ട്. ഞാൻ അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ തക്കാട് ഒരു ദിവസം പോയപ്പോൾ എൻ്റെ കാലം കഴിഞ്ഞാൽ എൻ്റെ മോന് നിങ്ങളൊക്കെയാണ് കൂട്ടെന്ന്. ഞാൻ അദ്ദേഹത്തിന് എൻ്റെ ഒരു സഹോദരനെ പോലെ തന്നെ ഈ സമയം വരെ കാണുന്നത്. സാർ എന്നെ ഇതിൽ വിളിച്ചതിലും നമുക്കിങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ പറ്റിയതെല്ലാം പൊന്നപ്പൻ്റെ അനുഗ്രഹമാണ്. ഇത് എനിക്കും എൻ്റെ കുടുംബത്തിനും ഭഗവാന്റെ അനുഗ്രഹമുണ്ടായി. സാറിനും എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ. ഞാൻ നിർത്തുന്നു. നമസ്കാരം സാർ. നമസ്കാരം. അപ്പോൾ തമ്പുരാനെ കുറിച്ച് വൈദ്യർ പറഞ്ഞത് കേട്ട് എനിക്ക് തന്നെ എൻ്റെ കണ്ണിന് തന്നെ നിറഞ്ഞു. കാരണം വളരെ യാഥാർത്ഥ്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം ഭഗവാനെ സംബന്ധിച്ചിടത്തോളം അത് ഭഗവാനുമായിട്ട് അടുത്തവർക്കെല്ലാം അറിയാം. ഭഗവാൻ അറിയാതെ ഒരു കുടുംബത്തിലെ ചെറിയ കാര്യങ്ങൾ വരെ ഭഗവാന്റെ ശ്രദ്ധയിലൂടെ പോവുകയുള്ളൂ. ഭഗവാന്റെ പരിധിയിൽ അകപ്പെട്ടു പോയാൽ ഭഗവാന്റെ ഒരു അദ്ദേഹത്തിൻ്റെ ആ ഒരു പണ്ട് പറയും ലക്ഷ്മണൻ ശരിക്ക് ലക്ഷ്മണന് ഭഗവാൻ ലക്ഷ്മണോപദേശം കൊടുത്തതുപോലെ അതുപോലെ കൃഷ്ണൻ തന്നെ അഹങ്കാരി ആയ അർജുനനോട് പറഞ്ഞു, കൃഷ്ണ എന്നിൽ നിന്ന് വേർപെട്ടാൽ ഒന്നുമില്ല ധനഞ്ജയ, നീ എൻ്റെ കൂടെ നിൽക്കുന്നത് കൊണ്ടാണ് നിനക്കെല്ലാം ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഓരോ വ്യക്തികളും പല സ്ഥാനമാനങ്ങളിലോ പല കാര്യങ്ങൾ ഞാൻ എന്ന ഭാവത്തോട് ചെയ്യുന്നതിൻ്റെയോ എല്ലാം പിന്നിൽ ഭഗവാന്റെ കൈയുള്ളത് കൊണ്ടാണ്. അത് തുറന്നു പറയാനുള്ള മനസ്സ് എല്ലാവർക്കും വരില്ല എന്ന് മാത്രം. ഇപ്പോൾ വൈദ്യർ പറഞ്ഞ കാര്യങ്ങളെല്ലാവരും കേട്ടു. ഭഗവാന്റെ ഓരോ ചരിത്രങ്ങളും അദ്ദേഹം വളരെ സത്യസന്ധമായി വളരെ ഭക്തിയോടുകൂടി അത് അവതരിപ്പിക്കുകയുണ്ടായി. അതുപോലെ തന്നെ വീണ്ടും പറയാനുള്ളൊരു കാര്യം, നമ്മളെ ഈ ചാനൽ ധാരാളം പേര് കാണുന്നുണ്ട്. കാരണം 4000-ൽ കൂടുതൽ ആളുകൾ ഭക്തന്മാർ ചാനൽ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഭഗവാന് ആയിരക്കണക്ക് ഭക്തന്മാരുണ്ട്. ഓരോരുത്തരും ഇതുപോലെ ഭഗവാന്റെ അനുഭവങ്ങൾ ആസ്വദിച്ചറിഞ്ഞവരാണ് അതിനകത്ത് നിൽക്കുന്ന ഓരോരുത്തരും. അത് പറയാൻ മടിക്കുന്നുണ്ടാവാം. ഇപ്പോൾ വൈദ്യർ പറഞ്ഞ പോലെ നമ്മളെ ഭഗവാൻ സർവ്വവ്യാപിയായി നേരത്തേക്കാൾ പണ്ട് ഭഗവാൻ ഒരിടത്തിരുന്നപ്പോൾ അവിടെ പ്രസൻസ് ഉണ്ടായി, അല്ലെങ്കിൽ അവിടെ അദ്ദേഹത്തിനെ കാണാനായിട്ട് എല്ലാവരും പോകുമെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല. അദ്ദേഹത്തിൻ്റെ 3 ആശ്രമങ്ങളിലും പോകുന്നവർക്ക് ഇതേപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ട്. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കൂടുതൽ പേര്. സബ്സ്ക്രൈബ് ചെയ്യുകയും
സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഓരോ എപ്പിസോഡ് ചെയ്യുമ്പോഴും ആ വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തത്തുള്ളൂ. അതിനൊപ്പം തന്നെ ഒരു ബെൽ ബട്ടണും കൂടി അമർത്തുക. മറ്റുള്ളവരിലേക്ക്, ഭക്തന്മാരിലേക്ക് ഇത് ഷെയർ ചെയ്യുക. കാരണം ഭഗവാന്റെ ഇങ്ങനെ ഒരാൾ കലിയുഗവരതനായി ഭഗവാൻ ജീവിച്ചിരുന്നു എന്ന് ഭക്തന്മാരായ ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ടാണ് ഈ ചാനൽ ആരംഭിച്ചത് തന്നെ. അതുകൊണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.